സർവമംഗളമാംഗല്യേ ശിവേ സർവാർദ്രസാധികേ ശരണ്യേ ത്രയംബികേ ഗൗരീ നാരായണീ നമോസ്തുതേ. ഓം നമഃ ശിവായ. ഓം നമോ നാരായണായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹര ഹര മഹാദേവ ശംഭോ മഹാദേവ. ഹര ഹര മഹാദേവ. ഇന്ന് നമുക്ക് വായിക്കാനുള്ള ഭാഗം എന്ന് പറയുന്നത് ഭാഗം 43 കിരാത അവതാരമാണ് ശിവപുരാണത്തില് നമുക്കിനി വായിക്കാനുള്ളത്. അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാം. അതായത് നമ്മുടെ ഭൂമിയിൽ ഇപ്പോ ഉള്ള ജനങ്ങൾക്ക് വളരെയധികം മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതൊരു കലികാലം കൂടി ആയതുകൊണ്ട് തന്നെയും മനുഷ്യരുടെ സ്വഭാവത്തിലായാലും മനസ്സിലുള്ള നന്മയിലായാലും ഒക്കെ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തില് മനുഷ്യരുടെ ഉള്ളിലുള്ള കരുണ, ദയ, സ്നേഹം, സഹാനുഭൂതി, സഹായ മനോഭാവം, അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങളുണ്ടല്ലേ മനുഷ്യരുടെ മനസ്സിൽ. ഇതെല്ലാം തന്നെ വളരെയധികം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലൂടെയാണ് നാം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോ ഒരാള് ഒരു ആക്സിഡന്റ് പറ്റി കിടക്കുകയാണെന്ന് വെച്ചോ, ആ സമയത്ത് ചുറ്റും നിൽക്കുന്നവര് കൂടി നിന്നുകൊണ്ട് ആ മൊബൈൽ ഫോൺ എടുത്തിട്ട് അതില് ഇങ്ങനെ ആ രംഗങ്ങൾ ചിത്രീകരിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. കൂടുതൽ പേര് അങ്ങനെയൊക്കെയാണ് ശ്രമിക്കുന്നത്. അപ്പൊ ഈ കരുണ അല്ലെങ്കിൽ ആ ദയ അല്ലെങ്കിൽ ആ ഒരു ജീവൻ ഇങ്ങനെ വീണ് പെടയുന്ന കാണുമ്പോൾ അത് കണ്ടിട്ട് കരയാനുള്ള, അത് കണ്ടിട്ട് കണ്ണീരൊഴുക്കാനുള്ള ആ ഒരു മനോഭാവം അല്ലെങ്കിൽ ആ ഒരു കരുണ, സ്നേഹം, ഇതൊക്കെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ഇല്ലാതായിട്ടുള്ള ഒരു സാഹചര്യമാണ്. എല്ലാവരും സ്വാർത്ഥരായിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ പേരും, എല്ലാവരും അങ്ങനെയല്ല, ഇതിൽ നന്മയുള്ളവരും ഉണ്ട്, കരുണയുള്ളവരും ഉണ്ട്. എന്നാലും കൂടുതലും അങ്ങനെ തിന്മകൾ ചിന്തിക്കുന്ന, അല്ലെങ്കിൽ ഇത് കണ്ടിട്ടും അതിലൊരു കരുണ തോന്നാത്ത, കരുണയും സ്നേഹമൊന്നും ഇല്ലാത്ത ഒരു മനുഷ്യര്, സ്വാർത്ഥരായിട്ടുള്ള മനുഷ്യരുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പൊ ഈ സ്വാർത്ഥ മനോഭാവം വരുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഈ ലോകത്തിന് തന്നെ അല്ലെങ്കിൽ ഈ ഭൂമിക്ക് തന്നെ അത് വിപരീതമായിട്ടാണ് ഭവിക്കുന്നത്. അപ്പോൾ ഈ സ്നേഹം എന്തെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് യേശു ക്രിസ്തു ആയാലും രാധാകൃഷ്ണന്മാരായാലും ശിവപാർവതിമാരായാലും എല്ലാവരും വന്നിരിക്കുന്നത് വെച്ചാൽ ആ സ്നേഹം എന്താണ്, ആ ത്യാഗം എന്താണ്, ആ സഹായ മനോഭാവം എന്താണ്, ആ കരുണ എന്താണ്, ഇതൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ദൈവങ്ങള്, ഈ ഭഗവാനും ഭഗവതിയും ദൈവങ്ങളും എല്ലാവരും ഉണ്ടായിട്ടുള്ളത്. അത് മനസ്സിലാക്കാന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ മനസ്സിൽ നന്മയില്ലാതിരുന്നിട്ട്, നമ്മുടെ മനസ്സിലെ കരുണയും സ്നേഹവും സഹായ മനോഭാവവും ഒന്നും ഇല്ലാതിരുന്നിട്ട് നാം ഏത് ദൈവത്തിനെ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. മനസ്സിലായോ? അപ്പൊ അത് കൊണ്ടുവരാന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ മനസ്സിൽ ആ ഒരു നന്മ ഉണ്ടാവണം, നമുക്ക് ആ സ്നേഹം ഉണ്ടാവണം, നമ്മുടെ കൂടെ നിൽക്കുന്നവരെ ചേർത്ത് പിടിക്കണം. നാം യുദ്ധം ചെയ്യുമ്പോൾ അത് കൂടെ നിൽക്കുന്ന നല്ലവർ, നമ്മുടെ നന്മ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നല്ലവർക്ക് എതിരെ ആയിരിക്കില്ല നാം യുദ്ധം ചെയ്യേണ്ടത്. മറിച്ച് നമ്മളെ ദ്രോഹിക്കുന്നവർക്കെതിരെ മാത്രം നമുക്ക് യുദ്ധം ചെയ്യാം. പക്ഷേ നമ്മുടെ കൂടെ നിൽക്കുന്നവർ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി അല്ലേ? അപ്പൊ ഒരാള് പാവമാണെന്നുണ്ടെങ്കിൽ അയാളെ ചവിട്ടി താക്കാനായിട്ട് ഒരുപാട് പേരുണ്ടാവും അല്ലേ. അതുപോലെ തന്നെ ഈ ഒരുപാട് പാവപ്പെട്ടവരുടെ ദൈവമാണ് വിഠല എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അയ്യപ്പസ്വാമി, ഇപ്പൊ അയ്യപ്പസ്വാമിയുടെ മണ്ഡലകാലമാണ്. ഞാൻ മുന്നേ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും താഴ്ന്നു നിൽക്കുന്നവരാരോ, ഏറ്റവും പാവങ്ങളാരോ അവരുടെ ദൈവമാണ് ഈ പറയുന്ന അയ്യപ്പസ്വാമിയും വിഠലയെന്നൊക്കെ പറയുന്നത്. ഭഗവാന്റെ ഒരു ഭാവമാണ്. അപ്പൊ അത് എന്തുകൊണ്ടാണ് ഭഗവാൻ ഇപ്പൊ നാരായണ ഭാവത്തിൽ ഇരുന്നാൽ പോലും ആ നാരായണന്റെ അടുത്ത് എത്തണമെങ്കിൽ പോലും നമ്മൾ അത്രയും മനസ്സ് അത്രയും ശുദ്ധമായിരിക്കണം, അത്രയും പ്യുവർ ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ അതിന് ഏറ്റവും താഴ്ന്നു നിൽക്കുന്നവര്, താഴേക്കിടയിൽ കിടക്കുന്നവരിൽ നിന്നാണ് നമുക്ക് പണ്ടുള്ളവര് പറയാം, താണ നിലത്തെ വേരോടൂ എന്ന് പറയാറുണ്ടല്ലേ.
അപ്പൊ എന്തുകൊണ്ടാണ് അവര് അങ്ങനെ താഴേക്കിടയിൽ കിടന്ന് അവര് കഷ്ടതകൾ അനുഭവിക്കുമ്പോൾ, അവർക്ക് ദുഃഖങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ ആ ദൈവത്തിനെ, ആ ഭഗവാനെ അല്ലെങ്കിൽ ഭഗവതിയെ മനസ്സിലാക്കും. അവരുടെ മനസ്സിൽ സ്നേഹം, കരുണ, ത്യാഗം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഇപ്പോ ഉള്ള ഈ അഹങ്കാരമായിട്ടുള്ള മനുഷ്യര് അവര് നേരെ വരണമെന്നുണ്ടെങ്കിൽ അവര് തീർച്ചയായിട്ടും എന്തായിട്ട് ഇനി വരേണ്ടി വരും? പാവപ്പെട്ടവരായിട്ട്, താഴേക്കിടയിലുള്ള ആൾക്കാരായിട്ട് വരേണ്ടി വരും. എങ്കിൽ മാത്രമേ അവർക്ക് എന്ത് സംഭവിക്കുകയുള്ളൂ? അവർക്ക് ആ മനസ്സിൽ കരുണ, സ്നേഹ, ദയ, സഹാനുഭൂതി, മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം, മറ്റുള്ളവരെ എങ്ങനെ സഹായിക്കണം, ഇങ്ങനെയുള്ള എല്ലാ ഗുണങ്ങളും അവർക്ക് ഉണ്ടാവുകയുള്ളൂ. താണ നിലത്തെ വേരോടൂ എന്നൊരു പഴഞ്ചൊല്ല് നിങ്ങൾ കേട്ടിട്ടില്ലേ? അതായത് ഇപ്പൊ ഒരാള് വളരെ ഐശ്വര്യമായിട്ട് ഒരുപാട് സ്വത്തുക്കള്, പണം, ഒരുപാട് അനുയായികള് ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ ടോട്ടലി അവർ എന്ത് ചെയ്യും? അവരുടെ സ്വഭാവം മാറിയിട്ട് അവരെന്താവും? അവര് അത്രയും അവരുടെ മനസ്സ് കഠിന ഹൃദയമുള്ളവരായിട്ട് അവർ മാറും. അവർ പൈസയ്ക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ, തട്ടിപ്പുകൾ ചെയ്യാനും എന്ത് ചെയ്യാനും മടിക്കാത്ത, അല്ലെങ്കിൽ നിങ്ങൾ ബിസിനസ് മേഖലയിലൊക്കെ നോക്കിയിട്ടുള്ളവരെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം പണം എന്നുള്ള ഒരു ചിന്ത മാത്രം അവരുടെ മനസ്സിൽ വന്നിട്ട് അവര് അതില് ഭ്രമിച്ചിട്ട് മറ്റുള്ള ഇത് കൊടുത്തത് ഈ ഐശ്വര്യങ്ങൾ കൊടുത്ത ഭഗവാനാണ് അല്ലെങ്കിൽ ഭഗവതിയാണെന്നുള്ള ഇതെല്ലാം മറന്നിട്ട് അവര് വളരെയധികം തെറ്റായിട്ടുള്ള വഴികളിലൂടെ സഞ്ചരിക്കും. അപ്പോൾ തെറ്റായിട്ടുള്ള പ്രവർത്തികൾ ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഉള്ളവർക്ക് എന്താണ് കൊടുക്കേണ്ടത്? അവരെ ആ ഭഗവാനിൽ താഴെ, അതായത് ആ താഴേക്കിടയിലേക്ക് എത്തിക്കാന്നുള്ള, ആ താഴേക്കിടയിൽ എത്തുമ്പോൾ മാത്രമേ അവർക്ക് അവിടുന്ന് അവരുടെ മനസ്സിൽ മാത്രമേ അവർക്ക് എന്തുണ്ടാവുകയുള്ളൂ? അവർക്ക് ശുദ്ധീകരണം, അല്ലെങ്കിൽ അവരുടെ ആ കരുണ, സ്നേഹം, സഹാനുഭൂതി ഇതൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ ഞാനും പറയുന്നതാണ്, ഇങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ട് പഠിപ്പിക്കട്ടെ ഭഗവാൻ. അവരും പഠിച്ചിട്ട് വരട്ടെ എങ്ങനെയാണ് ഈ പാവപ്പെട്ടവർ ജീവിക്കുന്നത്, എന്താണ് അങ്ങനെ പാവപ്പെട്ടവരായിട്ട് ജീവിക്കുമ്പോഴുള്ള ഗുണം എന്താണ്, അവരുടെ മനസ്സിൽ കരുണയും ദയയും സ്നേഹവും ഒക്കെ ഉണ്ടാവുന്നത് എങ്ങനെയാണ്, അതൊക്കെ എങ്ങനെയാണത് ഉണ്ടാവുന്നത്, അത് എന്താണ്, അല്ലെങ്കിൽ ആ കരുണ എന്ന് പറഞ്ഞാൽ, ആ സ്നേഹം എന്ന് പറഞ്ഞാൽ, ആ സഹാനുഭൂതി എന്ന് പറഞ്ഞാൽ, എന്താ പറയാ അതിന്, ആ പ്യൂരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് അവർ മനസ്സിലാക്കുന്നത് അപ്പോഴാണ്. അപ്പൊ എനിക്കിത് പറയാനുള്ള കാര്യം ഇതാണ്. കാരണം നമ്മൾ അതുകൊണ്ട് ഈ ഭൂമിയിലുള്ള ഒരു മനുഷ്യനെ നമ്മൾ പുച്ഛിക്കാൻ പാടില്ല, അല്ലെങ്കിൽ നമ്മൾ പരിഹസിക്കാൻ പാടില്ല, അവരെ നമ്മൾ ചവിട്ടിത്താഴ്ത്താൻ പാടില്ല. മനസ്സിലായോ? അപ്പൊ എല്ലാവരും അവര് പഠിക്കണം. അത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവര് ഒരുപക്ഷെ അങ്ങനെ ഒരു പാവപ്പെട്ട വീട്ടിൽ ജനിക്കുന്ന, അല്ലെങ്കിൽ താഴേക്കിടയിൽ ജനിക്കുന്ന അതുകൊണ്ടായിരിക്കാം. മനസ്സിലായോ? കാരണം എല്ലാം തികഞ്ഞു കഴിയുമ്പോഴാണ് അഹങ്കാരം ഉണ്ടാവുന്നത്. എല്ലാം തികഞ്ഞവർക്കാണ് അഹങ്കാരം ഉണ്ടാവുന്നത്. മറ്റുള്ളവരോട് കരുണയും സ്നേഹവും ദയയും ഒന്നും ഉണ്ടാവാത്തതും, മറ്റുള്ളവരെ സഹായിക്കണം, അവർക്ക് ഒരുപാട് സ്വത്തുക്കൾ ഉണ്ടെങ്കിലും പണം ഉണ്ടെങ്കിലും ഇതെല്ലാം കെട്ടിപ്പിടിച്ച് അവർ വെക്കുന്നതും, മറ്റുള്ളവരെ സഹായിക്കണമെന്നുള്ള മനോഭാവം ഇല്ലാത്തത് എന്തുകൊണ്ടാണ്? അവർക്ക് ഈ എല്ലാം തികഞ്ഞു, നമുക്ക് എല്ലാം തികഞ്ഞു, നാമാണ് വലുത്, നമ്മളാണ് വലുത് എന്നുള്ള ആ ഒരു അഹങ്കാരം ഉള്ളതുകൊണ്ടാണ് അല്ലേ? അപ്പൊ ഈ ഒരൊറ്റ നിമിഷം മതി നമ്മൾ മനുഷ്യർക്ക് ഈ നമ്മുടെ ജീവൻ ഇല്ലാതാവാൻ ഒരൊറ്റ നിമിഷം മതി അല്ലേ? അപ്പോൾ നമ്മൾ ചിന്തിക്കുക, ഒരു വലിയ കൊട്ടാരത്തിലാണെങ്കിലും ഒരു വലിയ വീട്ടിലാണ് നമ്മൾ താമസിക്കുന്നതെങ്കിലും, അതല്ല നമ്മളൊരു ചെറ്റ കുടിലാണ് താമസിക്കുന്നത് ഉണ്ടെങ്കിലും നമ്മുടെ മനസ്സ് പരിശുദ്ധമായിരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ആ മനസ്സിലുള്ള ആ ദുഷ്ചിന്തകൾ മാറ്റുക, നമ്മുടെ മനസ്സിലെ കരുണയും ദയയും സ്നേഹവും സഹാനുഭൂതിയും, മറ്റുള്ളവരോടുള്ള പെരുമാറുന്ന രീതി, മറ്റുള്ളവരോട് നമുക്ക് സഹായിക്കാനുള്ള മനോഭാവം, കരുണ, അതാണ് ഏറ്റവും വലുത്. മനസ്സിലായോ? കരുണയും സ്നേഹവും ഇതുണ്ടാവുന്നവരാണ് ഏറ്റവും വലിയ, അതാണ് ആത്മാരാമൻ എന്ന് പറയുന്നത്. ആത്മാവിൽ ആ രാമനായിട്ടിരിക്കുന്നവനാണ് അവൻ. എവിടെ ഇരുന്നാലും അവൻ ആത്മാരാമനാണ്. അതായത് അവൻ എവിടെ ഇരുന്നാലും അവൻ പരിശുദ്ധനാണ്. മനസ്സിലായോ? അപ്പം ഇതാണ് നമ്മൾ പുറമേ സംസാരിക്കുന്ന നമ്മുടെ ആ ടോണോ, അല്ലെങ്കിൽ നമ്മൾ പെരുമാറുന്ന ഇതോ, അല്ലെങ്കിൽ ഒരാളുടെ രൂപസാദൃശ്യം, ഇതൊന്നുമല്ല. നമ്മുടെ മനസ്സ്, നമ്മുടെ ആ ഹൃദയം, അത് പരിശുദ്ധ ആക്കി വെക്കാന്നുള്ളതാണ്. മനസ്സിലായി? അത് എപ്പോഴും നമ്മൾ പരിശുദ്ധമാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയാണ് ഭഗവാൻ അല്ലെങ്കിൽ ഭഗവതി വസിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ അത് മനസ്സിലാക്കാന്നുള്ള, അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് ജീവിച്ചു പോവാന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഓരോരുത്തരുടെ, പക്ഷെ ചിലരുണ്ട് ഒരുപാട് പണം ധനങ്ങൾ ഉണ്ടായാലും അത് ഉണ്ടാവുന്നതിനനുസരിച്ച് താഴ്ന്ന് തല കുനിയുന്നവരുണ്ട്.
നിങ്ങൾക്കൊരു കാര്യം അറിയോ, നമ്മൾ തിരുപ്പതി വെങ്കടാചലപതിയുടെ അടുത്ത് പോകുമ്പോൾ അവിടെ തിരുപ്പതിയിൽ നമുക്ക് തല മുണ്ടനം ചെയ്യും. തല മുണ്ടനം ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്താണ്? നമ്മുടെ ഈ മുടി മുറിക്കുന്നതിലൂടെ അല്ലെങ്കിൽ തല മുണ്ടനം ചെയ്യുന്നതിലൂടെ നമ്മുടെ എല്ലാ അഹങ്കാരങ്ങളും, നമ്മുടെ എല്ലാ തരത്തിലുള്ള വിദ്വേഷങ്ങൾ, ഇതെല്ലാം നമ്മൾ മാറ്റിയിട്ട് ആ അഹങ്കാരങ്ങളെല്ലാം നമ്മളിൽ നിന്ന് വിട്ടുപോയിട്ട് നമ്മൾ പ്യുവറായി, നമ്മുടെ മനസ്സിൽ ഒന്നുമില്ല, ഒരു കുഞ്ഞിനെ പോലത്തെ മനസ്സായി എന്നുള്ളത് അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായത്? നമ്മുടെ അഹങ്കാരം ഇല്ലാതാക്കുന്നു എന്നുള്ള ആ ഒരു തത്വമാണ് ഈ മുടി എടുക്കുന്നതിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത് ഭഗവാൻ. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് എല്ലാവരും ആ സ്നേഹം എപ്പോഴും, നമ്മൾ എവിടെയാണെങ്കിലും ഏത് സാഹചര്യത്തിലാണ്, സ്നേഹവും സമാധാനവും സന്തോഷവും എല്ലാം നമ്മുടെ മനസ്സിൽ ഉണ്ടാവുക, കരുണ ഉണ്ടാവുക, സ്നേഹം ഉണ്ടാവുക, ദയ ഉണ്ടാവുക, അത് നമ്മൾ ഒരിക്കലും കളയാതിരിക്കുക. മനസ്സിലായോ? അത് കളയാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ നന്മ ഉണ്ടാവുന്നതായിരിക്കും. നമുക്കിനി ഒന്നും കിട്ടിയില്ലേ, നമ്മൾ കൃഷ്ണനോടും പ്രാർത്ഥിക്കുമ്പോൾ അത് തന്നെ പറയാം, ഒന്നും കിട്ടിയില്ലെങ്കിലും സാരമില്ല, എനിക്ക് ഭഗവാന് മതി എന്നുള്ളൊരു ചിന്ത, അല്ലെങ്കിൽ ഭഗവതിയെ മതി എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവുക. നമ്മളെ ആരോ എന്തോ ദ്രോഹിച്ചോട്ടെ, അവരോട് ഭഗവാൻ ചോദിച്ചോളും, പക്ഷെ നമുക്ക് അറിയേണ്ട ആവശ്യമില്ല എന്നുള്ള ആ ഒരു മനസ്സിൽ ആ ഒരു പ്യൂരിറ്റി, എല്ലാവരെയും ഒരുപോലെ കാണുക, അല്ലെങ്കിൽ എല്ലാവരും ആ ഭഗവാന്റെ തന്നെ അംശങ്ങളാണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ അത് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ആ ഒരു പ്യൂരിറ്റി, നമ്മുടെ മനസ്സിലെ ഹൃദയത്തിലുള്ള ആ ഒരു പ്യൂരിറ്റി, നമ്മുടെ ആ ഒരു കരുണ, സ്നേഹം, ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത്. മനസ്സിലായോ? അപ്പൊ അതിലൂടെ മാത്രമേ നമുക്ക് ഭഗവാനെ അല്ലെങ്കിൽ ഭഗവതിയെ ലഭിക്കുകയുള്ളൂ. മനസ്സിലായോ? അപ്പൊ അതെല്ലാവരും മനസ്സിലാക്കുക, എന്നിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോവുക കേട്ടോ. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. ഹരഹര മഹാദേവ, ശംഭോ മഹാദേവ. ഇനി ഇതിന് ശേഷം എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എൻ്റെ സ്ഥലം കൊല്ലം ആണെന്നുള്ളത്. കൊല്ലം പരവൂരാണ്. അപ്പം അവിടെ ഈ ഇടയ്ക്ക് വെച്ചിട്ട് ഒരു ചേച്ചി മരണപ്പെട്ടു. ആ ചേച്ചി എന്ന് പറഞ്ഞാൽ ആത്മഹത്യ ചെയ്തതാണ്. രമ്യ എന്നാണ് ആ ചേച്ചിയുടെ പേര്. എനിക്ക് വളരെയധികം സങ്കടമായി. കാരണം കാണാനൊക്കെ എന്ന് വെച്ചാൽ അതിസുന്ദരിയായിട്ടുള്ള ഒരു ചേച്ചിയായിരുന്നു. നമുക്ക് വളരെ ആ അമ്മയൊക്കെ എന്ന് പറഞ്ഞാൽ അത്രയും സ്നേഹമുള്ള അമ്മയായിരുന്നു. എനിക്കിപ്പോഴും പറയുമ്പോൾ വളരെ വിഷമമുണ്ട്. ഇപ്പം ഞാൻ കുറേ നാളായി എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ എനിക്കിത് പറയാനുള്ളൊരു ഇതുണ്ടായി. അപ്പോൾ ആ ചേച്ചിയുടെ കാര്യം വെച്ചാൽ വേറൊന്നുമല്ല, ഹസ്ബൻഡ് ഒരുപാട് ഹസ്ബൻഡുമായിട്ടുള്ള പ്രശ്നങ്ങളാണ്, എന്തൊക്കെയോ കുടുംബ പ്രശ്നങ്ങളാണെന്ന് തോന്നുന്നു ഹസ്ബൻഡുമായിട്ട്. അപ്പം അങ്ങനെ ആ ചേച്ചി ആത്മഹത്യ ചെയ്തതാണ്. അപ്പോൾ ആ ചേച്ചിയുടെ ആത്മാവിൻ്റെ ശാന്തിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു അവസരത്തിൽ നമുക്ക് ശിവഭഗവാനോടും ദേവിയോടും കൃഷ്ണനോടും ഒക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് ഒന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ ആ ചേച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചിക്ക് 2 മക്കളാണുള്ളത്, കുഞ്ഞു കുട്ടികൾ. അപ്പൊ നിങ്ങളൊന്ന് ചിന്തിക്കുവോ, ഈ ഭാര്യമാരെ ഇങ്ങനെ എന്താ പറയാ അത്രയും ഉപദ്രവിക്കുക, അങ്ങനെ ഇതാക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാണ് വിവാഹം കഴിക്കുന്നത്, അല്ലേ? ഇപ്പോ ഇത് ഒരു സ്ഥലത്ത് മാത്രമുള്ള സംഭവമല്ല. നിങ്ങൾക്കറിയാം, മുമ്പ് വിസ്മയയുടെ കേസൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇതൊക്കെ കൊണ്ട് തന്നെയാണ് പെൺകുട്ടികൾ ഇപ്പോഴും ഭയപ്പെടുന്നത്. വിവാഹം കഴിക്കാൻ ഇപ്പൊ നല്ല പയ്യന്മാരാണെങ്കിൽ കൂടിയും വിവാഹം കഴിക്കാൻ ഭയപ്പെടുന്നത് അതുകൊണ്ടാണ്. കാരണം ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളല്ലേ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. അപ്പൊ ഇത് കാണുമ്പോഴാണ് ഈ പെൺകുട്ടികൾ എന്ത് ചെയ്യുന്നത്, ഭയപ്പെടുന്നത്. നമ്മളും ഇനി വിവാഹം കഴിക്കുന്ന ആള് എങ്ങനെയാണ്, അവരുടെ വീട്ടുകാർ എങ്ങനെയാണ്, ഏതാണെന്നൊന്നും അറിയില്ലല്ലോ എന്നോർത്തിട്ട് ആ ഭയം കൊണ്ട് മാത്രമാണ് കേട്ടോ. വേറെ ഒന്നും നിങ്ങൾ വിചാരിക്കേണ്ട. ആ ഭയം കൊണ്ടാണ് അവർ പറയുന്നത് അവർക്ക് സർക്കാർ ഉദ്യോഗസ്ഥനെ തന്നെ വേണം, അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ ഇങ്ങനെയൊക്കെ അവർ പറഞ്ഞു ഒഴിഞ്ഞു മാറുന്ന, അല്ലെങ്കിൽ ആ പെൺകുട്ടികളുടെ മനസ്സിൽ അവർക്ക് പേടിയാണ്, ഭയം കൊണ്ടാണ് കേട്ടോ. നിങ്ങളത് മനസ്സിലാക്കുക. ഞാനത് മനസ്സിലാക്കിയ കാര്യമാണ്. ഞാനിത് 2-3 കുട്ടികളോടത്ത് ഇതുപോലെ ഞാൻ സംസാരിച്ച സമയത്ത് ഇങ്ങനെ പറഞ്ഞു, ചേച്ചി ഞങ്ങൾക്ക് സർക്കാർ ജോലിക്കാരനെ വേണമെന്നൊക്കെ പറയുന്നത് വേറൊന്നും കൊണ്ടല്ല, അങ്ങനെ അവർ നോക്കുന്ന സമയമെങ്കിൽ നീണ്ടു പോവുമല്ലോ കല്യാണം. കാരണം ഞങ്ങൾക്ക് കല്യാണം കഴിക്കാൻ വയ്യ ചേച്ചി. കാരണം ഞങ്ങൾക്ക് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അറിയത്തില്ല ഞങ്ങളെ കൊണ്ടുപോകുന്ന ഭർത്താവ് എങ്ങനെയുള്ളവനായിരിക്കും. ഈ വന്ന കാലത്ത് ആരും ഒരാണുങ്ങൾ നല്ലവരാണെന്ന് തോന്നുന്നില്ല, കുറച്ച് പേരൊക്കെ ഉള്ളൂ. നമുക്ക് അറിയില്ല നല്ലവരേതാ കൊള്ളാത്തവർ ഏതെന്ന് അറിയില്ല ചേച്ചി, അതുകൊണ്ടാണ് നമ്മൾ കല്യാണം കഴിക്കാത്തത് എന്നാണ് ഈ പെൺകുട്ടികൾ എന്നോട് പറഞ്ഞത്. അപ്പൊ എനിക്ക് ഒരുപാട് വിഷമമായി. ഇപ്പൊ ശരിയാണ്, കാരണം നമുക്ക് തുറന്നു നോക്കാൻ പറ്റില്ല. നമുക്ക് ചക്കയൊന്നും അല്ലല്ലോ നമുക്ക് തുറന്നു നോക്കാൻ. നമുക്ക് അതിനുള്ള ഇപ്പൊ ഇവർ എങ്ങനെയുള്ളവരാണെന്നുള്ള ദിവ്യദൃഷ്ടിയും ദിവ്യശക്തിയൊന്നും നമുക്കില്ലല്ലോ. മനസ്സിലായോ? അപ്പൊ ഈ വിസ്മയ എന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു, എന്നിട്ട് കൂടിയാണ് ഇങ്ങനെ ചെയ്തത്, അല്ലേ? അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, പെൺകുട്ടികൾ വെറും പാവങ്ങളാണ് കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല.
പെൺകുട്ടികൾ എല്ലാവരും പാവങ്ങളാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ എന്നാലും അവരുടെ മനസ്സുകൊണ്ട് അവർ പാവങ്ങളാണ്. കാരണം അവർ പേടിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ, ഇങ്ങനെയുള്ള കുറേ ദുഷ്ടന്മാരെ കാരണമാണ് നല്ല നല്ല ആൺപിള്ളേർക്ക് പോലും പെണ്ണ് കിട്ടാതിരിക്കുന്നത്. അപ്പം ഇവർ വളരെയധികം, ഈ പെൺകുട്ടികൾ വളരെയധികം ഭയപ്പെടുന്നുണ്ട്. ഇനി വിവാഹം കഴിച്ചാൽ എന്തായിത്തീരും, ഞങ്ങളുടെ ജീവിതം എന്തായിത്തീരും, നമുക്ക് അറിയില്ലല്ലോ എന്നുള്ള രീതിയിൽ അവർ ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഓരോ പെൺകുട്ടികളും വിവാഹം കഴിക്കാനായിട്ട് തയ്യാറാവാത്ത കാര്യം അതാണ് കേട്ടോ. അത് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് പെൺകുട്ടികളെ മാത്രം കുറ്റപ്പെടുത്തരുത്. സ്വയം നന്നാവുക, സ്വയം നന്നായിട്ട് അവരോട് സ്നേഹമായിട്ട് പെരുമാറാൻ നോക്കുക. ആരായാലും, എല്ലാവരായാലും, ആണുങ്ങളായാലും വിവാഹം കഴിച്ചവരായാലും ആ പെണ്ണിനോട് അല്ലെങ്കിൽ ഭാര്യയോട് കുറച്ച് സ്നേഹമായിട്ട് പെരുമാറാൻ നോക്കുക കേട്ടോ. അപ്പം അതിലൂടെയൊക്കെ നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. പിന്നെ നമുക്ക് ഭാഗം 43 കിരാത അവതാരമാണ് വായിക്കാനുള്ളത്. അപ്പൊ ഞാനിത് വായിക്കാം കേട്ടോ. ആയോധന കലകളിലും ആത്മവീര്യത്തിലും അനിതര സാധാരണമായ അനുഭവ സമ്പത്തും അപൂർവമായ സിദ്ധി വൈഭവങ്ങൾ കൊണ്ടും അതുല്യരായി വർത്തിച്ചിരുന്നു പാണ്ഡവന്മാരും കൗരവന്മാരും. അവർ തമ്മിലുള്ള ചൂതുകളിയിൽ ദുര്യോധനൻ തന്റെ കുടില ബുദ്ധി പ്രയോഗത്തിലൂടെ കള്ളക്കളി നടത്തി പാണ്ഡവരെ പരാജയപ്പെടുത്തി. അപ്രകാരം രാജ്യം നഷ്ടപ്പെട്ട പാണ്ഡവർ സാധ്വിയുമായിരുന്ന പാഞ്ചാലിയോടൊപ്പം ദ്വൈതവനത്തിൽ പോയി താമസം ആരംഭിച്ചു. സൂര്യോപാസനയിൽ അതീവ നിഷ്ഠ പുലർത്തിയിരുന്നവരായിരുന്നു പാണ്ഡവന്മാർ. ദ്വൈതവനത്തിൽ താമസമാക്കിയ പാണ്ഡവരോടുള്ള പ്രീതി കാരണം സൂര്യഭഗവാൻ ഒരു അക്ഷയപാത്രം പാഞ്ചാലിക്ക് നൽകി. അതിന്റെ ആശ്രയത്തിൽ അവർ സുഖമായി അവിടെ വസിച്ചു പോന്നു. അങ്ങനെ പാണ്ഡവരും കൗരവരും തമ്മിലുള്ള കാര്യം അത് നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയല്ലേ. അങ്ങനെ പാണ്ഡവര് വനത്തിൽ പോയിട്ട് വസിക്കുകയാണ്. അപ്പോൾ പാഞ്ചാലിക്ക് അവിടെ ഒരു സൂര്യഭഗവാൻ ഒരു അക്ഷയപാത്രം നൽകുകയാണ്. അപ്പൊ ഈ അക്ഷയപാത്രത്തിൽ നമ്മൾ എന്ത് ചോദിച്ചു കഴിഞ്ഞാലും അതിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ്. അങ്ങനെയുള്ള ഒരു അക്ഷയപാത്രം ദ്രൗപദിക്ക് പാഞ്ചാലിക്ക് സൂര്യഭഗവാൻ കൊടുക്കുകയാണ്. അങ്ങനെ അതുകൊണ്ട് അവര് ആ കാട്ടില് വനത്തില് പാണ്ഡവര് കഴിഞ്ഞു പോവുകയാണ്. പാണ്ഡവരുടെ നാശം കാണാൻ ആഗ്രഹിച്ചിരുന്ന ദുര്യോധനൻ ദുർവാസാവ് മഹർഷിയെ തന്റെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു വരുത്തി പാണ്ഡവരുടെ അടുത്തേക്ക് പോകാൻ പ്രേരിപ്പിച്ചു. എന്നാൽ ഒരു ചതിപ്രയോഗത്തിന് തന്നെ ആയുധമാക്കുകയാണെന്ന സത്യം മഹർഷി അറിഞ്ഞിരുന്നില്ല. ദുർവാസാവ് തന്റെ 10,000-ഓളം വരുന്ന ശിഷ്യഗണങ്ങളോടൊപ്പം ദ്വൈതവനത്തിൽ എത്തിച്ചേർന്നു. പാണ്ഡവരോട് അദ്ദേഹം രുചിയേറിയ ഭക്ഷണം നൽകണമെന്ന് ആവശ്യപ്പെട്ടു. സ്നാനകർമ്മം കഴിഞ്ഞു വരാൻ പാണ്ഡവർ വിനയപുരസ്സരം അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചു. പക്ഷേ മഹർഷിക്കും ശിഷ്യഗണങ്ങൾക്കും നൽകാനുള്ള ആഹാര പദാർത്ഥങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. മഹർഷി ക്ഷിപ്രകോപിയാണെന്ന് അറിയാമായിരുന്നതിനാൽ പാണ്ഡവർ വളരെ ദുഃഖിച്ചു. മഹർഷിയുടെ കോപത്തിനും ശാപത്തിനും ഇരയാകുന്നതിനേക്കാൾ ജീവത്യാഗമാണ് ഉചിതമെന്നവർ നിശ്ചയം ചെയ്തു. ഈ സന്ദർഭത്തിൽ പാഞ്ചാലി മനസ്സുകൊണ്ട് ശ്രീകൃഷ്ണനെ ധ്യാനിച്ചു. ധർമ്മത്തിന്റെ സംരക്ഷകനായി എന്നും നിലകൊള്ളുന്ന ഭഗവാൻ ഗോവിന്ദൻ പാണ്ഡവരുടെ മനോഗതം അറിഞ്ഞു. അപ്പോ ഈ ദുർവാസാവ് മഹർഷി ഒരു ദിവസം അവിടെ വരികയാണ്. പാണ്ഡവർ താമസിക്കുന്ന ആ വനത്തിൽ വരികയാണ്. അപ്പോൾ വനത്തിൽ വരുമ്പോഴേക്കും ഈ ദുർവാസാവ് മഹർഷി അവരോട് പറയുകയാണ്, ഭക്ഷണം വേണമെന്ന് പറയുകയാണ്. അപ്പം ആ സമയത്ത് അവിടെ ഒരു ഭക്ഷണവും ഒന്നും തന്നെ ഇല്ല. അപ്പൊ പാഞ്ചാലിയോട് ഇങ്ങനെ പറയാം. അപ്പൊ പാഞ്ചാലി എന്ത് ചെയ്യുകയാണ്, ഭഗവാൻ ശ്രീകൃഷ്ണനെ ഇങ്ങനെ ധർമ്മത്തിലും എല്ലാം അധിഷ്ഠിതമായിട്ടുള്ള ഭഗവാനാണ് ശ്രീകൃഷ്ണൻ. അപ്പൊ ആ ശ്രീകൃഷ്ണ ഭഗവാനെ ഇങ്ങനെ മനസ്സിൽ പാഞ്ചാലി ധ്യാനിക്കുകയാണ്. അങ്ങനെ ധ്യാനിക്കുമ്പോൾ പാണ്ഡവരുടെ മനോഗതം എന്താണെന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ അറിയുകയാണ്. അവരെ ഈ പ്രതിസന്ധിയിൽ നിന്നും രക്ഷിക്കേണ്ടത് തന്റെ കടമയാണെന്നറിഞ്ഞ ഭഗവാൻ അവിടെ എത്തി. മഹർഷിക്കും ശിഷ്യഗണങ്ങൾക്കും ശ്രീകൃഷ്ണൻ ചീരയിലക്കറി നൽകി സംതൃപ്തരാക്കി. അങ്ങനെ ഭഗവാന്റെ ചീരയിലക്കറി അത് പ്രസിദ്ധമാണ് കേട്ടോ. അങ്ങനെ ഭഗവാൻ എന്ത് ചെയ്യുകയാണ്, ഭഗവാന്റെ ചീരയിലക്കറി നൽകി ആ മഹർഷിമാരെയും അതുപോലെ ശിഷ്യഗണങ്ങളെ എല്ലാരെയും സംതൃപ്തരാക്കുകയാണ്. സന്തുഷ്ടനായ മുനി ശിഷ്യന്മാരോടൊപ്പം അവിടെ നിന്നും മടങ്ങി. അങ്ങനെ കാരുണ്യവാരിധിയായ ഭഗവാന്റെ കൃപ കൊണ്ട് പാണ്ഡവർ സങ്കട വിമുക്തരായി. അങ്ങനെ കാരുണ്യവാരിധിയായ ശ്രീകൃഷ്ണ ഭഗവാന്റെ ആ ദയ കൊണ്ട് പാണ്ഡവരെന്ത് ചെയ്യുകയാണ്, സങ്കടം വിമുക്തര് ആവുകയാണ്. ഭഗവാൻ പത്മനാഭന്റെ കൃപയിൽ സന്തോഷവാന്മാരായി തീർന്ന പാണ്ഡവരോടായി അദ്ദേഹം പറഞ്ഞു, ഹേ പാണ്ഡവരെ, നിങ്ങൾക്ക് ഇനിയും ധാരാളം പ്രതിസന്ധികൾ അഭിമുഖീകരിക്കേണ്ടതുണ്ട്. ആയതിനാൽ നിങ്ങൾ ഉടൻ തന്നെ ശ്രീ ശങ്കരനെ ആരാധിച്ചു തുടങ്ങണം. പരമാത്മാവായ രുദ്രഭഗവാന്റെ കൃപയുണ്ടെങ്കിൽ എല്ലാ പ്രശ്നങ്ങൾക്കും അത് പരിഹാരമായി തീരും. ഭഗവാൻ മഹേശ്വരന്റെ അനുഗ്രഹത്താലാണ് ഞാനും ചില അത്ഭുതങ്ങൾ പ്രകടിപ്പിച്ചത്. സർവവ്യാപിയായ അദ്ദേഹത്തിന്റെ പരമമായ അനുഗ്രഹം ഉണ്ടായാലേ നമുക്ക് ഗതിയുള്ളൂ എന്ന കാര്യം നിങ്ങൾ മറക്കരുത്.
അപ്പോ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ പറയുന്നത് എന്താണ്? പരമശിവനെ, സദാശിവനെ പ്രാർത്ഥിക്കുക എന്നാണ്. ആ സദാശിവന്റെ അനുഗ്രഹത്താലാണ് ഞാൻ പോലും ഇങ്ങനെയുള്ള ചില അത്ഭുതങ്ങളൊക്കെ കാണിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ആ പരമശിവനെ പ്രാർത്ഥിക്കുക എന്ന് പറയുകയാണ് പാണ്ഡവരോട്. ഈ ലോകത്തിൽ സൗഖ്യവും പരലോകത്തിൽ മോക്ഷവും പ്രദാനം ചെയ്യാൻ ശ്രീ ശംഭുവിന് മാത്രമാണ് അവകാശമുള്ളത്. അപ്പോ ഈ ലോകത്തിലെ സൗഖ്യവും അതുപോലെ തന്നെ പരലോകത്തില് മോക്ഷവും പ്രദാനം ചെയ്യുവാൻ ആർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ? ശ്രീ ശങ്കര ഭഗവാന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ പറയുകയാണ്. ഭക്തിയും മുക്തിയും വരപ്രസാദമായി നൽകുന്ന ശ്രീ രുദ്രനെ നിങ്ങൾ അനവരതം സേവിക്കണം. സാക്ഷാൽ ദേവാദിദേവനായ അദ്ദേഹം ദുഷ്ടന്മാരെ സംഹരിക്കുന്നവനും സജ്ജനങ്ങൾക്ക് ആശ്രയ കേന്ദ്രവുമാണ്. ആദ്യമായി അർജുനൻ ശക്രവിദ്യാമന്ത്രം ദൃഢനിശ്ചയത്തോടെ ജപിക്കട്ടെ. ഇന്ദ്രൻ അർജുനനെ പരീക്ഷിക്കാനെത്തും. അദ്ദേഹം സന്തുഷ്ടനായി തീരുന്നതോടെ നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വവിഘ്നങ്ങളും ഇല്ലാതാകും. അതോടെ ഇന്ദ്രൻ ഭഗവാൻ സദാശിവനെ പ്രസന്നനാക്കാൻ തക്ക ശ്രേഷ്ഠ മന്ത്രം നിങ്ങൾക്ക് നൽകുന്നതാണ്. അപ്പോ ഭഗവാൻ എന്ത് ചെയ്യുകയാണ്? ശ്രേഷ്ഠ മന്ത്രമൊക്കെ ശിവഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ശിവഭഗവാനെ പ്രാർത്ഥിക്കണമെന്ന് ആര് പറയുകയാണ്? ശ്രീകൃഷ്ണ ഭഗവാൻ പാണ്ഡവരോട് പറയുകയാണ്. ഭഗവാൻ ശ്രീഹരി ഇത്രയും നിർദ്ദേശിച്ച സന്ദർഭത്തിൽ വ്യാസമുനി അവിടെ വന്നു. അദ്ദേഹം അർജുനന് ശക്രവിദ്യ ഉപദേശിക്കാൻ ഒരുങ്ങി. കൂർമ്മബുദ്ധിയായ അർജുനൻ സ്നാനകർമ്മം നിർവഹിച്ചതിനു ശേഷം കിഴക്ക് ദർശനമായിരുന്ന വ്യാസഭഗവാനിൽ നിന്നും ശക്രവിദ്യ സ്വീകരിച്ചു. അതിനുശേഷം പാർത്ഥിവലിംഗ പൂജയ്ക്കുള്ള വിധികൾ പറഞ്ഞു കൊടുത്ത ശേഷം അദ്ദേഹം അർജുനനോട് പ്രസ്താവിച്ചു, വത്സ പാർത്ഥ, നീ പരമരമണീയമായ ഇന്ദ്രകീല പർവ്വതത്തിലേക്ക് പോകണം. അവിടെ ജാഹ്നവീ തീരത്തിരുന്ന് തപസ്സനുഷ്ഠിക്കുക. ഈ വിദ്യ സിദ്ധി വരുത്തുന്നതിലൂടെ അദൃശ്യ രൂപത്തിൽ നിനക്ക് സദാ നന്മ ചെയ്യുന്നതാണ്. ഇപ്രകാരം അർജുനൻ ഉപദേശം നൽകിയതിനു ശേഷം അദ്ദേഹം പാണ്ഡവരോടായി പറഞ്ഞു, അല്ലയോ പാണ്ഡവരെ, നിങ്ങൾ എല്ലാവരും ധർമ്മമാർഗത്തിൽ തന്നെ ഉറച്ചു നിൽക്കണം. അങ്ങനെ ചെയ്താൽ എല്ലാ തരത്തിലുള്ള ശ്രേഷ്ഠതയും നിങ്ങൾക്ക് കൈവരിക്കാൻ ഇടവരുന്നതാണ്. അപ്പോ പാർത്ഥനോട് ഭഗവാൻ പറയുകയാണ്, നീ പരമരമണീയമായ ഇന്ദ്രകീല പർവ്വതത്തിലേക്ക് പോകണം. ഇന്ദ്രകീല പർവ്വതം എന്ന് പറഞ്ഞ ഒരു അത്ഭുതകരമായിട്ടുള്ള പർവ്വതമാണ്. അപ്പൊ അവിടേക്ക് പോകണം. അവിടെ ജാഹ്നവീ തീരത്ത് തപസ് അനുഷ്ഠിക്കണം. അവിടത്തെ ജാഹ്നവീ തീരത്ത് നീ തപസ് അനുഷ്ഠിക്കണം. ഈ വിദ്യ സിദ്ധി വരുന്നതിലൂടെ അദൃശ്യ രൂപത്തിൽ നിനക്ക് സദാ നന്മ ചെയ്യുന്നതാണ്. ഈ സിദ്ധി കൈവരുന്നതിലൂടെ അദൃശ്യ രൂപത്തില് ഭഗവാൻ സദാ നിനക്ക് നന്മ ചെയ്യുന്നതായിരിക്കും. ഇപ്രകാരം അർജുനന് ഉപദേശം നൽകിയതിനു ശേഷം അദ്ദേഹം പാണ്ഡവരോടായി പറഞ്ഞു, അല്ലയോ പാണ്ഡവരെ, നിങ്ങൾ എല്ലാവരും ധർമ്മമാർഗത്തിൽ തന്നെ ഉറച്ചു നിൽക്കണം. അങ്ങനെ ചെയ്താൽ എല്ലാ തരത്തിലുള്ള ശ്രേഷ്ഠതയും നിങ്ങൾക്ക് കൈവരിക്കാൻ ഇടവരുന്നതാണ്. എന്നിട്ട് ഭഗവാൻ ഒരു ഉപദേശം കൂടി പാണ്ഡവർക്ക് നൽകുകയാണ്, നിങ്ങൾ തീർച്ചയായിട്ടും ധർമ്മമാർഗത്തിൽ തന്നെ ഉറച്ചു നിൽക്കണം. അങ്ങനെ ഉറച്ചു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള ശ്രേഷ്ഠതകളും ഉണ്ടാവുന്നതാണെന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ പാണ്ഡവരോട് പറയുകയാണ്. വ്യാസ മഹർഷി ഉപദേശം നൽകിയ ശേഷം അവിടെ നിന്നും മടങ്ങി. ശിവമന്ത്രം ധരിച്ച അർജുനൻ അതിമഹത്തായ തേജസ്സിനാൽ ജാജ്വല്യനായി കാണപ്പെട്ടു. തങ്ങളുടെ സഹോദരനായ അർജുനനെ വലയം ചെയ്തിരിക്കുന്ന പ്രഭ കണ്ട മറ്റു പാണ്ഡവർ ആനന്ദഭരിതരായി തീർന്നു. അർജുനനെ കൊണ്ട് മാത്രമേ കഠിന നിഷ്ഠയോടുകൂടിയ തപസ് ചെയ്യാനാകൂ എന്ന സത്യം ക്രാന്തദർശിയായ വ്യാസമുനി മുൻകൂട്ടി അറിഞ്ഞിരുന്നതിനാലാണ് അദ്ദേഹത്തോട് ഇക്കാര്യം നിർദ്ദേശിച്ചത്. തങ്ങളുടെ ജീവിതം സഫലമാക്കാൻ മറ്റുള്ളവർ അർജുനനോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു. അപ്രകാരം ധർമ്മപത്നി പദം അലങ്കരിക്കുന്ന ദ്രൗപദിയുടെയും മറ്റു 4 സഹോദരന്മാരുടെയും അനുമതിയോടെ അർജുനൻ ഇന്ദ്രകീല പർവ്വതത്തിലേക്ക് പോയി. അർജുനന്റെ വേർപാട് ദ്രൗപദിക്കും മറ്റുള്ളവർക്കും താങ്ങാനാകാത്ത ദുഃഖഭാരം ഏൽപ്പിച്ചുവെങ്കിലും പാണ്ഡവർക്കാകമാനം നന്മ വരുന്ന സംഗതിയാണെന്ന ഗൗരവം ഉൾക്കൊള്ളാൻ അവർക്ക് സാധിച്ചതിനാൽ ആരും അദ്ദേഹത്തിന്റെ യാത്രയെ തടസ്സപ്പെടുത്തിയില്ല. അങ്ങനെ അർജുനൻ എന്ത് ചെയ്യുകയാണ്? ആ പർവ്വതത്തിലേക്ക് പോവുകയാണ്. അപ്പോ ദ്രൗപദിക്കും മറ്റുള്ളവർക്കൊക്കെ വളരെയധികം വിഷമാവുന്നുണ്ട്. എന്നാൽ കൂടിയും തങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണല്ലോ അർജുനൻ പോയതെന്ന് ഓർക്കുമ്പോൾ അവരതില് സമാധാനിക്കുകയാണ്. അത്യന്തം ശോഭനമായ കാര്യസിദ്ധിക്ക് വേണ്ടിയുള്ള അർജുനന്റെ പ്രയാണം അദ്ദേഹത്തിന്റെ മനോരഥത്തിൽ മധുരസ്മരണകളുടെ മലരുകൾ നിറയ്ക്കാൻ പര്യാപ്തമായി. ഇന്ദ്രകീല പർവ്വതത്തിലെത്തിയ അർജുനൻ ഗംഗാതീരത്തുള്ള ഒരു മനോഹരമായ തീരത്തിരുന്നു. സ്വർഗീയ സൗന്ദര്യ ചാർത്തിന് സമാനവും അശോകവനത്തേക്കാൾ ഉത്തമവുമായിരുന്നു ധ്യാനത്തിനായി പാർത്ഥൻ തിരഞ്ഞെടുത്ത സ്ഥലം. അപ്പൊ ധ്യാനത്തിനായി പാർത്ഥൻ തിരഞ്ഞെടുത്ത സ്ഥലം എന്തായിരുന്നു? സ്വർഗീയ സൗന്ദര്യ ചാർത്തിന് സമാനവും അതുപോലെ അശോകവനത്തേക്കാൾ ഉത്തമവുമായിരുന്നു.
നദിയിൽ സ്നാനം ചെയ്ത ശേഷം അദ്ദേഹം ഗംഗാദേവിയെയും ഗുരുവിനെയും നമസ്കരിച്ച് തപസ്സിന് യോഗ്യമായ വസ്ത്രം ധരിച്ചു. അനന്തരം മനോവ്യാപാരങ്ങളെ സ്വനിശ്ചയത്താൽ നിയന്ത്രിച്ചു. പിന്നെ മണ്ണുകൊണ്ടൊരു ശിവലിംഗം ഉണ്ടാക്കി പ്രതിഷ്ഠിച്ചു. ഭയഭക്തി ബഹുമാനങ്ങളോടെ അതിനു മുന്നിൽ ഇരുന്നു കൊണ്ട് സർവേശ്വരനായ ആ മഹേശ്വരനെ ധ്യാനിച്ചു തുടങ്ങി. നിത്യവും മൂന്ന് നേരം വീതം കുളിച്ച് ശുദ്ധ ഹൃദയത്തോടെ അദ്ദേഹം ഭക്തവത്സലനായ പരമ്പൊരുളിനെ പൂജിച്ചു പോന്നു. ഉത്തമമായ പൂർവ്വവിധി പ്രകാരം നിഷ്ഠയോടുള്ള പൂജ നടത്തുന്ന അർജുനന്റെ ശിരസിനു ചുറ്റും ഒരു തേജോ വലയം പ്രത്യക്ഷപ്പെട്ടു. ഇത് കാണാനിടയായ ഇന്ദ്രദൂതൻ പരിഭ്രാന്തനായി ഓടിച്ചെന്ന് തന്റെ സ്വാമിയായ ഇന്ദ്രനെ വിവരം ധരിപ്പിച്ചു. അപ്പോ എന്താണ്, എപ്പോഴും നമ്മള് പൂജയും കർമ്മങ്ങളും ധ്യാനവും നിഷ്ഠയൊക്കെ ചെയ്യുമ്പോൾ നമ്മളെ അവിടെ നിന്നും നമ്മളെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് പലരും ഉണ്ടാവും അല്ലെ. അപ്പൊ നമ്മൾ എന്തെങ്കിലുമൊക്കെ നല്ല കാര്യം, നല്ല ധ്യാനവും തപസ്സൊക്കെ ചെയ്യുമ്പോൾ ഈ തപസ് മുടക്കാൻ വേണ്ടിയിട്ട് പലരും വരും അല്ലെ. അത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. കാരണം തങ്ങളുടെ സ്ഥാനം നഷ്ടപ്പെടുമോ എന്ന് ഓർത്തുകൊണ്ട് അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത്. മനസ്സിലായോ? അപ്പം ഈ അർജുനൻ ഇവിടെ ഇരുന്ന് നല്ല രീതിയിൽ ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ച് തപസ്സൊക്കെ ചെയ്യുകയാണ്. അപ്പം ഇന്ദ്രന് പേടിയാവുകയാണ്, തന്റെ സ്ഥാനം വല്ലോ ഇനി പോവോന്നുള്ള രീതിയിൽ. അപ്പം ഇന്ദ്രനോട് ചെന്നിട്ട് ഈ കാര്യം ചെന്നിട്ട് ദേവന്മാര് ചെന്ന് ഇന്ദ്രനോട് പറയുകയാണ്. പ്രഭോ ദേവരാജ, ഗംഗാനദിയുടെ മനോഹരമായ ഒരു തീരത്തിരുന്ന് ഒരാൾ തപസ് അനുഷ്ഠിക്കുകയാണ്. അവൻ ആരാണെന്ന് മനസ്സിലാകുന്നില്ല. എന്നാൽ അവന്റെ തേജസ് കൊണ്ട് പരിസരം മുഴുവനും പ്രകാശമാനമായിരിക്കുന്നു. പ്രഭോ, അവന്റെ തപസ് അത്യുഗ്രം തന്നെ. അതിനാൽ അങ്ങ് ഉടൻ തന്നെ വേണ്ടത് എന്തെന്ന് വെച്ചാൽ ചെയ്യണം. ദൂതന്റെ ജിജ്ഞാസാഭരിതമായ വാക്കുകൾ കേട്ട് ഇന്ദ്രൻ അല്പനേരം മിഴികൾ പൂട്ടിയിരുന്നു. എന്തോ വിശേഷ കാര്യം ഗ്രഹിച്ച മട്ടിൽ അദ്ദേഹം സന്തോഷത്തോടെ ഒന്ന് മന്ദഹസിച്ചു. ആ മന്ദഹാസത്തിന്റെ പിന്നിൽ ഒളിഞ്ഞു വർത്തിച്ചിരുന്ന രഹസ്യം അദ്ദേഹത്തിന് ചുറ്റും നിന്നവർക്കാർക്കും മനസ്സിലാക്കാനായില്ല. തന്റെ വാത്സല്യപുത്രനായ പാർത്ഥനാണ് തപസ് ചെയ്യുന്നതെന്നും എന്ത് കാര്യസാധ്യത്തിന് വേണ്ടിയാണ് അവൻ തപസ് ചെയ്യുന്നതെന്നും അദ്ദേഹം തന്റെ ജ്ഞാനദൃഷ്ടിയാൽ അറിഞ്ഞു. അങ്ങനെ പർവ്വത രക്ഷകന്മാരുടെ അനുമതിയോടെ ദേവേന്ദ്രൻ തന്റെ വാത്സല്യപുത്രനായ അർജുനൻ തപസ് ചെയ്യുന്ന സ്ഥലത്തേക്ക് പോയി. ബ്രഹ്മചാരിയായ ഒരു വൃദ്ധ ബ്രാഹ്മണന്റെ വേഷത്തിൽ അദ്ദേഹം സ്വന്തം പുത്രന്റെ അരികിലെത്തി. പ്രാർത്ഥനാനിരതനായിരുന്ന അർജുനൻ ബ്രാഹ്മണന്റെ ആഗമനം കണ്ട് അദ്ദേഹത്തെ സ്തുതിക്കുവാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ പാതാരബിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചതിനു ശേഷം വിനയാന്വിതനായി ചോദിച്ചു, പ്രഭോ, അങ്ങ് ആരാണ്? എവിടെ നിന്നാണ് വരുന്നത്? ഇന്ദ്രപുത്രനായ ഞാൻ ശ്രീ പരമേശ്വരനെ ധ്യാനിക്കുന്നത് അറിഞ്ഞ് ഇവിടേക്ക് വരാൻ അങ്ങ് കാട്ടിയ കൃപ എന്റെ മഹാഭാഗ്യമായി, ബ്രാഹ്മണൻ പ്രതിവചിച്ചു. അപ്പം ആരാണ്? തന്റെ പുത്രൻ തന്നെയാണ് പാർത്ഥൻ. അതായത് ഇന്ദ്രനിൽ നിന്നുമാണല്ലോ കുന്തിദേവി സൂര്യഭഗവാനെ, ഇന്ദ്രനെ അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ച ഓരോ ദേവന്മാർ. അപ്പം ഈ ഇന്ദ്രദേവനിൽ നിന്നുണ്ടായ പുത്രനാണ് അർജുനൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഇന്ദ്രനോട് വന്ന് പറയുമ്പോൾ ഇന്ദ്രൻ ആദ്യം സംശയം പ്രകടിപ്പിക്കുകയാണ്. ഇനി തന്റെ സ്ഥാനം വല്ലതും തട്ടിയെടുക്കാനാണോ ആരെങ്കിലും ഇങ്ങനെ തന്നെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് എന്നുള്ള രീതിയിൽ ഇന്ദ്രന് മനസ്സിലൊരു സംശയം തോന്നുകയാണ്. അതിനുശേഷം ഇന്ദ്രഭഗവാൻ ഇങ്ങനെ കണ്ണൊക്കെ അടച്ചിരുന്നിട്ട് ഇങ്ങനെ ധ്യാനിക്കുകയാണ്. ധ്യാനിക്കുമ്പോൾ മനസ്സിലാവുകയാണ് തനിക്ക് കുന്തിയിൽ ഉണ്ടായ കുന്തിപുത്രനായിട്ടുള്ള അർജുനനാണ്, തന്റെ സ്വന്തം പുത്രനാണ് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത്, അവിടെ ഇരുന്ന് തപസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഇന്ദ്രഭഗവാന് മനസ്സിലാവുകയാണ്. അങ്ങനെ ഇന്ദ്രഭഗവാൻ ഉടൻ തന്നെ ഒരു ബ്രാഹ്മണന്റെ വേഷം ധരിച്ചിട്ട് തന്റെ പുത്രനായിട്ടുള്ള ആരുടെ അർജുനന്റെ അടുത്തേക്ക് പോവുകയാണ്. എന്നിട്ട് പറയുകയാണ്. അപ്പം അർജുനൻ ചോദിക്കുകയാണ്, അങ്ങ് ആരാണ്, അങ്ങ് എവിടെ നിന്നാണ് വന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പം അർജുനനോട് ഇന്ദ്രഭഗവാൻ പറയുകയാണ്, പാർത്ഥ, നീ എന്താണ് വെറുതെ ഇങ്ങനെ തപസ് ചെയ്യുന്നത്? നിന്റെ ഈ ശ്രമം എന്ത് കാര്യസാധ്യത്തിന് വേണ്ടിയാണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നീ ഉടൻ തന്നെ തപസ്സിൽ നിന്നും പിൻവാങ്ങണം. എന്തിനാണ് നീ വെറുതെ നിന്റെ യുവത്വം പാഴാക്കുന്നത്? ബ്രാഹ്മണന്റെ നിർദ്ദേശങ്ങൾ കേട്ടുനിന്ന അർജുനന് ആ ബ്രാഹ്മണനോട് വിദ്വേഷമാണ് തോന്നിയത്. അദ്ദേഹം ബ്രാഹ്മണനോട് പറഞ്ഞു, അപ്പം സ്വന്തം മകനാണല്ലോ, അപ്പം മകൻ ഇത്രയും യൗവനയുക്തനായിട്ടുള്ള ഒരു മകൻ ഇങ്ങനെ എന്താ പറയാ ഒരു കാട്ടിൽ വന്നിരുന്ന് ഇങ്ങനെ തപസ് ചെയ്യുമ്പോൾ ഏതൊരു അച്ഛനായാലും വിഷമം ഉണ്ടാവും അല്ലെ. അപ്പൊ ഇന്ദ്രദേവൻ പറയുകയാണ്, നീ എന്തിനാണ് ഇങ്ങനെ ഇവിടെ ഇരുന്ന് നിന്റെ യുവത്വം കളയുന്നത്? നീ ഇങ്ങനെ എന്തിനാണ് ഇങ്ങനെ വെറുതെ ഇങ്ങനെ തപസ് ചെയ്യുന്നത്? നിന്റെ യുവത്വം ഒക്കെ നീ എന്തിനാണ് വെറുതെ പാഴാക്കി കളയുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഇത് കേട്ട ഉടനെ അർജുനന് വളരെയധികം ദേഷ്യമാവുകയാണ്. എന്നിട്ട് അർജുനൻ ബ്രാഹ്മണനോട് പറയുകയാണ്, ബ്രാഹ്മണ വേഷധാരിയായ അങ്ങയെ ദർശിച്ചപ്പോൾ എന്റെ തപസ്സിന് ശക്തി പകരാൻ തക്ക ഉപദേശം നൽകാൻ വന്നതാണെന്നാണ് ഞാൻ കരുതിയത്. ഇപ്പോൾ എന്നെ സ്വാത്വിക കർമ്മത്തിൽ നിന്നും പിന്തിരിപ്പിക്കാനാണ് അങ്ങ് ശ്രമിക്കുന്നത്. ഞാൻ ആരെയാണ് പൂജിക്കേണ്ടതെന്നും ചിന്തിക്കാതെയാണ് അങ്ങ് സംസാരിക്കുന്നത്.
അതിനാൽ സർവഗുണ സമ്പന്നനായ ഒരു ബ്രാഹ്മണനാണ് അങ്ങ് എന്ന എന്റെ ധാരണയ്ക്ക് പിശക് പറ്റിയിരിക്കുന്നു. പരബ്രഹ്മ സ്വരൂപനും അണ്ടകടാഹങ്ങളിൽ ആകമാനം നിറഞ്ഞു നിൽക്കുന്നവനും സർവചരാചാരങ്ങളുടെയും സ്വാമിയുമായ ശ്രീ ശങ്കരനെയാണ് ഞാൻ തപസ് ചെയ്യുന്നത്. ഇപ്രകാരം ലോകപിതാവായ ശ്രീ രുദ്രഭഗവാന്റെ കൃപയുണ്ടാകണമെന്ന ആഗ്രഹത്തോടെ പ്രാർത്ഥനയിൽ ഏർപ്പെട്ടിരിക്കുന്ന എന്റെ മനസ്സിൽ തെറ്റിദ്ധാരണയുടെ വിത്തുകൾ വിതറിയിടാനാണ് അങ്ങ് ഇവിടെ സന്നിഹിതനായിരിക്കുന്നതെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഞാൻ കൈലാസനാഥന്റെ പാദപാംസുക്കൾ ശിരസിൽ വഹിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ആ മഹാദേവന്റെ വരപ്രസാദത്തിനായി തപസ് അനുഷ്ഠിക്കുകയാണ്. ദയവായി ഈ പുണ്യകർമ്മത്തിന് തടസ്സം സൃഷ്ടിക്കാതെ അങ്ങ് ഉടനെ പോകണമെന്നാണ് എന്റെ വിനീതമായ പ്രാർത്ഥന. എന്നാൽ തത്വങ്ങൾ പറഞ്ഞ് എന്നെ ഈ പുണ്യം കിട്ടുന്ന കർമ്മത്തിൽ നിന്നും പിന്തിരിപ്പിക്കാനാണ് ഭാവമെങ്കിൽ അങ്ങ് നടത്താൻ പോകുന്ന അതര വ്യായാമം വ്യർത്ഥമായിരിക്കും. അങ്ങനെ അർജുനൻ പറയാണ്, അങ്ങൊരു ബ്രാഹ്മണ ശ്രേഷ്ഠനാണ്. അപ്പം ഈ ബ്രാഹ്മണ ശ്രേഷ്ഠനായിട്ടുള്ള അങ്ങ് എന്താണ് ചെയ്യേണ്ടത്? തപസ്സിന് വേണ്ടുന്ന ശക്തി പകർന്നു തരികയാണ് വേണ്ടത്. പക്ഷെ അങ്ങ് എന്താണ് ചെയ്യുന്നത്? എന്റെ തപസ് മുടക്കാനാണ് നോക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങ് ഇങ്ങനെ എന്നോട് ഓരോ ഉപദേശങ്ങൾ തന്നിട്ട് സംസാരിക്കേണ്ട ആവശ്യമില്ല, അത് വെറും വ്യർത്ഥമായി തീരുന്നതാണെന്ന് അർജുനൻ പറയുകയാണ്. പാർഥന്റെ ധർമ്മത്തിൽ അധിഷ്ഠിതമായ വാക്കുകൾ കേട്ടുനിന്ന ബ്രാഹ്മണൻ ശിരസ് കുലുക്കി മന്ദഹസിച്ചു. തന്റെ പുത്രന്റെ തപോനിഷ്ഠയിലും അദ്ദേഹത്തിന് മതിപ്പ് തോന്നി. അനന്തരം അദ്ദേഹം ബ്രാഹ്മണ വേഷം ഉപേക്ഷിച്ച് തന്റെ പൂർവ്വരൂപം കൈക്കൊണ്ടു. ഇത് കണ്ട അർജുനൻ വിസ്മയഭരിതനായി. ഇന്ദ്രൻ പുത്രനോടായി വാത്സല്യത്തോടെ പറഞ്ഞു, പുത്ര, ഞാൻ നിന്റെ ഭക്തിവിശ്വാസങ്ങളിൽ സംതൃപ്തനാണ്. ശങ്കരധ്യാനം അമൂല്യമായ വരദാനങ്ങൾ കരസ്ഥമാക്കാൻ നിന്നെ സഹായിക്കും. ഞാൻ നിന്നെ പരീക്ഷിക്കുകയായിരുന്നു, അതിൽ നീ വിജയിച്ചിരിക്കുന്നു. എന്റെ വാക്കുകൾ കേട്ട് നീ പിന്തിരിഞ്ഞുവെങ്കിൽ ഞാൻ നിന്നിൽ ഒരിക്കലും സംതൃപ്തനാവുകയില്ലായിരുന്നു. അപാരമായ ആധ്യാത്മിക സമ്പത്ത് നേടാൻ തീർച്ചയായും നീ യോഗ്യനായി തീരുന്നതാണ്. വിശ്വൈക ശില്പിയായ വിശ്വനാഥന്റെ വിശേഷ അനുഗ്രഹം വേണ്ടുവോളം സ്വായത്തമാക്കാൻ കഴിഞ്ഞാൽ നീ സർവകലാവല്ലഭനായി തീരും. സാക്ഷാൽ ജഗദീശ്വരനായ ഓംകാരമൂർത്തിയുടെ വരപ്രസാദം നേടും വരെ നീ തപസ്സിൽ മുഴുകണം. കാരുണ്യവാരിധിയും ഭക്തവത്സലനും സർവ്വവ്യാപിയുമായ ശംഭു തീർച്ചയായും നിന്റെ പ്രാർത്ഥനയ്ക്ക് ഫലം തരുന്നതാണ്. ദൃഢനിശ്ചയത്തോടെ മുന്നോട്ട് പോകുക. ശ്രീ പരമേശ്വരന്റെ അനുഗ്രഹത്തിനായി ഞാൻ നിനക്ക് അത്യന്തം ഗൂഢമായ ശങ്കരമന്ത്രം നൽകുകയാണ്. പ്രാർത്ഥനാനിരതമായ മനസ്സോടെ നീ ഇത് സ്വീകരിക്കുക. അപ്പോ ഇന്ദ്രഭഗവാൻ പറയുകയാണ്, നീ ഇങ്ങനെ തപസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ നിന്നെ പരീക്ഷിച്ചതാണ്. നീ ഈ തപസ്സിൽ നിന്ന് മാറി സഞ്ചരിക്കുമോ എന്നുള്ള ഒരു പരീക്ഷണം, എൻ്റെ ഒരു പരീക്ഷണമായിരുന്നു നിന്നോടുള്ളത്. പക്ഷെ നീ ആ പരീക്ഷണത്തിൽ വിജയിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിനക്ക് നിന്റെ സാധ്യ ഉണ്ടാവുന്നതാണ്, നിനക്ക് എല്ലാ നന്മ ഉണ്ടാവുന്നതാണ്. അതുകൊണ്ട് നീ തുടർന്നും ശങ്കര ഭഗവാനെ പ്രാർത്ഥിച്ചു കൊള്ളൂ എന്നാണ് ആരുടെ പാർത്ഥനോട് ഇന്ദ്രദേവൻ പറയുന്നത്. ഇപ്രകാരം ഉപദേശിച്ച ശേഷം ഇന്ദ്രൻ തന്റെ പുത്രന് അത്ഭുത ഫലസിദ്ധി ലഭിക്കുന്ന ശങ്കരമന്ത്രം കർണങ്ങളിൽ ഓതിക്കൊടുത്തു. കൂടാതെ യാതൊരുവിധ ആപത്തും വരാതിരിക്കാൻ അനുചരന്മാരെ അർജുനന് കാവൽ നിർത്തുകയും ചെയ്തു. അനന്തരം ദേവേന്ദ്രൻ അർജുനനോടായി പറഞ്ഞു, പ്രിയപ്പെട്ട പുത്ര, നീ ഒരിക്കലും അധർമ്മത്തിലൂടെ രാജ്യം ഭരിക്കാൻ ആഗ്രഹിക്കരുത്. ബാഹ്യ നേത്രങ്ങൾ കൊണ്ട് കാണുന്നതെല്ലാം നശ്വരമാണ്. മായാതീതമായ അനുഗ്രഹം ലഭിക്കാനും അന്തർനയനം തുറന്ന് ആത്മജ്ഞാനം കൈവരിക്കുവാനും ഉപകരിക്കുന്നതാണ് ഞാൻ നിന്റെ കർണങ്ങളിൽ മന്ത്രിച്ചു തന്ന ശങ്കരമന്ത്രം. തികഞ്ഞ ഭക്തിയോടെ ഇത് ജപിച്ചാൽ നീ അജേയനായി തീരും. എല്ലാവിധ ശ്രേയസ്സും പ്രേയസ്സും നിനക്ക് കൈവരുന്നതാണ്. സർവരക്ഷകനായ ശ്രീ സദാശിവനെ ആരാധിക്കുന്ന ഒരു സാധകൻ സദാ ധൈര്യവാനായിരിക്കണം. മനസ്സിനെ മന്ത്രജപത്തിൽ തന്നെ ചേർത്ത് വെച്ചുകൊണ്ടായിരിക്കണം സാധകൻ അവന്റെ ആരാധന തുടരേണ്ടത്. ശിവഭക്തിയിൽ ലയിച്ചു ചേർന്ന മനസ്സിൽ മറ്റുള്ള യാതൊരു ചിന്തയും പ്രവേശിക്കാൻ അനുവദിക്കരുത്. ശ്രീശങ്കരൻ തീർച്ചയായും നിനക്ക് മോക്ഷം പ്രദാനം ചെയ്യും. അപ്പോ ശ്രീ ശങ്കര ഭഗവാനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് മറ്റുള്ള ഒരു ചിന്തകളും നമ്മുടെ മനസ്സിലുണ്ടാവാൻ പാടില്ല. അതുപോലെ ഭഗവാന്റെ ശങ്കര ധ്യാനത്തെക്കുറിച്ച് ശങ്കര ഭഗവാന്റെ ആ ഒരു മന്ത്രം തന്നെ ഇന്ദ്രദേവൻ അർജുനന്റെ കാതുകളില് ചെവിയിൽ ഓതി കൊടുക്കുകയാണ്. അപ്പോൾ അതാണ് പറയുന്നത്, നമ്മൾ ഓരോ തപസ് ചെയ്യുമ്പോഴും നമുക്ക് പലതരത്തിലുള്ള അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും നല്ല കാര്യത്തിന് വേണ്ടി നമ്മൾ പ്രയത്നിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടാവും അല്ലേ. പലതരത്തിലുള്ള ആൾക്കാർ നമ്മളെ പല രീതിയിൽ പ്രലോഭിപ്പിക്കും, പല കാര്യങ്ങളിലേക്ക് നമ്മളെ വഴിതെറ്റിക്കാൻ നോക്കുമല്ലേ. അപ്പം ഇവിടെ പറയുന്നതും അത് തന്നെയാണ്, നമ്മൾ അങ്ങനെ വഴിതെറ്റാൻ പാടില്ല എന്നുള്ളൊരു ഉപദേശമാണ് ഇന്ദ്രദേവൻ അർജുനന് കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ വഴിതെറ്റാതെ ഭഗവാനെ തന്നെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ പ്രാർത്ഥനയ്ക്ക് ഫലം ഉണ്ടാകുമെന്നാണ് ഇന്ദ്രദേവൻ ഇവിടെ പറയുന്നത് അർജുനനോട്.
ഇപ്രകാരം പുത്രന് സാത്വികോപദേശം നൽകി അനുഗ്രഹിച്ച ശേഷം ഇന്ദ്രൻ അല്പനേരം ശ്രീ പരമേശ്വരനെ ധ്യാനിച്ചു നിന്നു. അനന്തരം അദ്ദേഹം ദേവലോകത്തേക്ക് യാത്ര തിരിച്ചു. ഇന്ദ്രൻ പോയ ദിക്കു നോക്കി പ്രാർത്ഥിച്ച ശേഷം പിതൃവാക്യം അനുസരിച്ച് അർജുനൻ ധ്യാനം തുടർന്നു. ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് സൂര്യദേവന്റെ നേർക്ക് ഏകാഗ്ര ദൃഷ്ടിയോടെ നോക്കി. നാവിൽ മന്ത്രജപത്തോടും കൂടിയാണ് കുന്തിതനയൻ തപസ് അനുഷ്ഠിച്ചത്. കാലം കടന്നുപോയതോടെ അദ്ദേഹത്തിന്റെ ശിരസിനെ വലയം ചെയ്തിരിക്കുന്ന തേജസ് പൂർവാധികം വർദ്ധിച്ചു. അർജുനന്റെ തേജസ് കണ്ട അത്ഭുത സ്തബ്ധരും ഭയചകിതരുമായ ദേവന്മാർ കൈലാസത്തിലേക്ക് പോയി. ത്രൈലോക്യനാഥനും പരമ്പൊരുളുമായ ശ്രീ രുദ്രഭഗവാനെ നമസ്കരിച്ച ശേഷം അവർ പറഞ്ഞു, ദേവാദിദേവനായ സർവേശ്വര, ഭക്തന്മാരിൽ അപാരമായ കാരുണ്യ പീയൂഷം ചൊരിയുന്ന പരബ്രഹ്മ സ്വരൂപനായ ദേവ, അങ്ങേ മാത്രം മനോക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഒരാൾ ഗംഗാതീരത്ത് കഠിന തപസ് ചെയ്യുന്നത് അങ്ങ് കാണുന്നില്ലേ പ്രഭോ? അങ്ങ് ഭക്തന്മാരിൽ വാത്സല്യം ചൊരിയുന്ന ഭയാനിധി ആയിരിക്കെ അവനോട് കരുണ കാട്ടാൻ വൈകുന്നത് എന്താണ്? ഉള്ളു തുറന്ന് അങ്ങയുടെ തിരുനാമം ഉരുക്കഴിക്കുന്ന ഭക്തന്മാരുടെ ഹൃദയക്ഷേത്രത്തിൽ വസിക്കുന്ന തമ്പുരാനെ, ആ ഭക്തനിൽ കൃപ ചൊരിയാൻ ഇനിയും വൈകരുതേ. ദേവന്മാരുടെ പ്രാർത്ഥനയും സ്തുതിയും കേട്ട ശ്രീ പരമേശ്വരൻ അർത്ഥഗർഭമായ വിധത്തിലുള്ള ഒരു മന്ദഹാസം ആ ദിവ്യാതരങ്ങളിൽ വിരിയിച്ചു. ഏതോ നിഗൂഢമായ ഒരു സത്യത്തിന്റെ പൊരുൾ ആ മന്ദഹാസത്തിൽ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന സംഗതി ദേവന്മാർ അറിഞ്ഞിരുന്നതേയില്ല. ശ്രീ ഭഗവാന്റെ ലീലകൾ ദേവന്മാർക്ക് പോലും ദുരൂഹമാണ്. സൃഷ്ടിസ്ഥിതികൾക്കും സംഹാരത്തിനും കാരണക്കാരനായ ജഗദീശ്വരൻ ഒരു മന്ദഹാസം വിരിയിച്ചാൽ ഏവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു ലീല അരങ്ങേറുവാൻ അദ്ദേഹം നിശ്ചയം ചെയ്തിരിക്കുന്നുവെന്ന സത്യദർശനമാണ് അനാവരണം ചെയ്യപ്പെടുന്നത്. ദേവന്മാർ തൊഴുകയോടെ നിൽക്കുന്നത് കണ്ട ഭഗവാൻ അവരോട് പറഞ്ഞു, ദേവന്മാരെ, നിങ്ങൾ പറഞ്ഞ കാര്യം നാം നേരത്തെ അറിഞ്ഞിരിക്കുന്നു. നിങ്ങൾ സമാധാനത്തോടെ പോകുക. നമ്മുടെ ഭക്തന്മാരെ നാം ഒരിക്കലും നിരാശപ്പെടുത്തുകയില്ലെന്ന കാര്യം നിങ്ങൾക്കും അറിവുള്ളതല്ലേ? അതിനാൽ ഇക്കാര്യത്തിൽ ഉടൻ നാം പരിഹാരം കാണുന്നതാണ്. ഇത് സത്യമാണ്. ശ്രീ ശങ്കരന്റെ നാവിൻ തുമ്പിൽ നിന്നും അർപ്പിക്കുന്ന ഉതിർപ്പൂവ് പോലെ വീണ തിരുമൊഴികൾ ശ്രദ്ധയോടെ കേട്ടുനിന്ന ദേവന്മാർ ഭഗവത് പ്രസാദം അനുഭവിച്ച മട്ടിൽ പ്രസന്നവദരായി. ഭഗവാനെ നമസ്കരിച്ചു കൊണ്ടവർ സ്വസ്ഥാനങ്ങളിലേക്ക് മടങ്ങിപ്പോയി. അപ്പോ ശങ്കര ഭഗവാനോട് ദേവന്മാരൊക്കെ ചോദിക്കുകയാണ്, അങ്ങ് കാണുന്നില്ലേ ഗംഗാ തീരത്തിരുന്ന് അങ്ങേ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥന അങ്ങ് കാണുന്നില്ലേ? അതുകൊണ്ട് അങ്ങ് അവനുള്ള വരം കൊടുക്കൂ. അവൻ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ അതിനുള്ള ഫലം അങ്ങ് കൊടുക്കൂ എന്ന് ശങ്കര ഭഗവാനോട് പറയുകയാണ്. അപ്പൊ ഭഗവാൻ ഒരു മന്ദഹാസം പൊഴിച്ചുകൊണ്ട് ഇതിനുള്ള ഫലം ഞാൻ തീർച്ചയായിട്ടും അവന്റെ തപസ്സിൽ ഞാൻ സംപ്രീതനായവന് തീർച്ചയായിട്ടും അനുഗ്രഹം ചൊരിയുന്നതാണെന്നുള്ള രീതിയിൽ ശ്രീ ശങ്കര ഭഗവാൻ പറയുകയാണ്. ഈ സന്ദർഭത്തിൽ അർജുനൻ ശിവശങ്കര പ്രീതിക്ക് വേണ്ടി തപസ് ചെയ്യുകയാണെന്ന വിവരം ദുര്യോധനൻ അറിഞ്ഞു. ശിവപ്രീതി ലഭിച്ചാൽ അർജുനൻ വീരശൂര പരാക്രമിയും അതുല്യ പ്രതിഭയുമായി തീരുമെന്ന കാര്യം അയാളെ അസ്വസ്ഥനാക്കി. എന്ത് മാർഗം സ്വീകരിച്ചായാലും പാർത്ഥന്റെ തപസ്സിന് വിഘ്നം സൃഷ്ടിക്കണമെന്ന് ദുരാചാരിയായ ദുര്യോധനൻ തീരുമാനിച്ചു. അങ്ങനെ വേണ്ട നിർദ്ദേശങ്ങളോടെ മൂകൻ എന്ന അസുരനെ അർജുനന്റെ തപസ്സിലാക്കാൻ വേണ്ടി അയാൾ നിയോഗിച്ചു. ഒരു പന്നിയുടെ വേഷം ധരിച്ച് പർവ്വത ശിഖരങ്ങളെ ശക്തിയോടെ ഇളക്കി മറിച്ചുകൊണ്ടും വൃക്ഷങ്ങളെ തല്ലി തകർത്തും ആരെയും ഭയപ്പെടുത്തുന്ന ഹൂങ്കാര ശബ്ദങ്ങൾ പുറപ്പെടുവിപ്പിച്ചുകൊണ്ടും കൊടുങ്കാറ്റിന്റെ വേഗതയിൽ മൂകൻ അർജുനൻ തപസ് ചെയ്യുന്ന ഗംഗാതീരത്തെ വനത്തിലെത്തി. ആ പന്നിയുടെ പ്രവർത്തനങ്ങളിൽ സംശയം തോന്നിയ ഫൽഗുനൻ ശ്രീ ശങ്കരനെ ധ്യാനിച്ചുകൊണ്ട് അല്പനേരം നിന്നു. അദ്ദേഹത്തിന്റെ മനതാരിൽ ശ്രീ ശങ്കര കൃപയെന്നോണം ചിന്തകൾ ഇതൾ വിടർത്തി. ഇവൻ ആരാണ്? ഒരു പന്നിയുടെ വേഷത്തിൽ വന്നിരിക്കുന്ന ഇവൻ ആരുടെ പ്രേരണയാലാണ് ഹുങ്കാരം പുറപ്പെടുവിപ്പിച്ചുകൊണ്ട് ഇവിടെ എത്തിയിരിക്കുന്നത്? ഇവന്റെ വരവിന്റെ പിന്നിൽ എന്തോ ചതി ഒളിഞ്ഞിരിപ്പുണ്ട്. ഒരു ആക്രമണകാരിയുടെ സ്വഭാവം പ്രകടിപ്പിക്കുന്നതിനാൽ എന്നെ പരാജയപ്പെടുത്താനായിരിക്കും ഇവൻ വന്നത്. ഇവൻ എന്റെ ശത്രുവാണെന്ന് പ്രഥമ ദർശനം കൊണ്ട് തന്നെ മനസ്സിലാകും. ഒരാളുടെ പെരുമാറ്റം കൊണ്ട് വംശത്തിലൂടെ ശാസ്ത്രത്തിന്റെയും നയന കോണുകൾ കൊണ്ട് സ്നേഹത്തിന്റെയും സ്വഭാവം മനസ്സിലാക്കാമെന്നാണല്ലോ മുനീശ്വരന്മാർ പ്രവചിച്ചിട്ടുള്ളത്. രൂപങ്ങളിലുള്ള വളവ് കൊണ്ടും അവയവങ്ങൾ ഇളകുന്നത് കൊണ്ടും സംസാരം കൊണ്ടും കണ്ണിന്റെയും മുഖത്തിന്റെയും വികാരങ്ങൾ കൊണ്ടും മനസ്സിൽ വ്യാപരിക്കുന്നത് ഏതു വിധത്തിലുള്ള ചിന്തകളാണെന്നും അറിയാൻ സാധിക്കും. ഒരാളുടെ നയനങ്ങൾ 4 തരത്തിലുള്ള പ്രകൃതി പ്രകടിപ്പിക്കുമെന്നാണ് ആചാര്യമതം. ഉജ്ജ്വലം, സരസം, വക്രം, ചുവപ്പ് എന്നീ ഭാവങ്ങൾ ദൃഷ്ടികളിൽ പ്രകടമാക്കുന്നതിനെ കുറിച്ച് പണ്ഡിതന്മാർ അവരുടെ വിശദീകരണവും നൽകിയിട്ടുണ്ടല്ലോ. സ്നേഹിതനെ അവിചാരിതമായി കണ്ടുമുട്ടുന്ന ഒരാളുടെ കണ്ണുകളിൽ ഉജ്ജ്വല ഭാവം ചുരത്തി നിൽക്കും. പുത്രനെയോ പുത്രിയെയോ കാണുമ്പോൾ ഒരാളുടെ ചക്ഷുക്കളിൽ സരസഭാവം നടനമാടും. പ്രണയിനിയെ കാണാനിടവരുമ്പോൾ ഒരാളുടെ നയനങ്ങൾ അല്പം വളഞ്ഞിരിക്കും. ശത്രുവിനെ കാണാനിടവരുമ്പോൾ ഒരാളുടെ നയനങ്ങളിൽ ചുവപ്പ് അഥവാ രജോ ഗുണഭാവം സ്ഫുരിക്കും. ഈ നിയമപ്രകാരം ഇവനെ കണ്ട നിമിഷം മുതൽ എന്റെ ഇന്ദ്രിയങ്ങളിലൊക്കെയും ഇളകി വശയായിരിക്കുന്നതിനാൽ ഇവൻ തീർച്ചയായും ശത്രുഭാവത്തിലാണ് നിലകൊള്ളുന്നത്.
അതിനാൽ ഇവനെ എത്രയും പെട്ടെന്ന് വധിക്കേണ്ടതാണ്. എന്നെ നശിപ്പിക്കുവാനുള്ള ദൃഢനിശ്ചയത്തോടെ എത്തിച്ചേർന്നിരിക്കുന്ന ഇവനെ വീണ്ടും വിചാരം കൂടാതെ യമലോകത്തേക്ക് അയക്കുന്നതാണ് ഉത്തമം. ഇവൻ എന്റെ തപസ്സിന് ഭംഗം വരുത്തുവാൻ വന്ന ഏതോ അസുരൻ തന്നെയാണ്. എന്റെ ആയുധങ്ങൾ പ്രയോഗിക്കാതെ മറ്റൊരു മാർഗവും ഇല്ല തന്നെ. ഇപ്രകാരം ചിന്തിച്ചുറച്ച അർജുനൻ വില്ല് പൂട്ടി ബാണം തൊടുത്ത് അതീവ ജാഗ്രതയോടെ അവിടെ തന്നെ നിലകൊണ്ടു. അപ്പോ അർജുനൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഇവൻ എൻ്റെ അടുത്ത് വന്നിരിക്കുന്നത്. അപ്പൊ ഈ വന്നിരിക്കുന്ന ഇതിന്റെ രൂപവും ഭാവവും ഇതെല്ലാം കാണുമ്പോൾ അർജുനന് മനസ്സിലാവും ഇവൻ നല്ല ഉദ്ദേശത്തോടു കൂടിയാണോ വന്നിരിക്കുന്നത് അതോ ചീത്ത ഉദ്ദേശത്തോടു കൂടിയാണോ വന്നിരിക്കുന്നത്. അപ്പൊ അർജുനൻ നോക്കുമ്പോൾ ഇവൻ ചീത്ത ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് വന്നിരിക്കുന്നത്. ഇവൻ എൻ്റെ ശത്രുപക്ഷത്ത് തന്നെയാണ്. കാരണം എൻ്റെ തപസ് മുടക്കാൻ വേണ്ടിയിട്ട്, എൻ്റെ തപസ്സും ധ്യാനവും ഞാൻ ചെയ്യുന്ന നല്ല കർമ്മങ്ങളും എല്ലാം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്, നശിപ്പിച്ചിട്ട് എൻ്റെ തപസ് മുടക്കിയിട്ട് ആ ദുഷ്ടനെ വിജയിക്കാൻ വേണ്ടിയിട്ടാണ് ഇവൻ വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ശത്രുപക്ഷത്ത് നിന്ന് ആരോ അയച്ചിരിക്കുന്ന വ്യക്തിയാണ് ഇവൻ എന്നുള്ള ഇത് അർജുനൻ തന്റെ മനസ്സിലാക്കുകയാണ്. പ്രപഞ്ചത്തിൽ നടക്കുന്ന സകല കാര്യങ്ങളും യഥാസമയം സൂക്ഷ്മരൂപത്തിൽ ദർശിച്ചു കൊണ്ടിരുന്ന കാരുണ്യക്കടലായ ശ്രീ പരമേശ്വരൻ തന്റെ ഭക്തനെ ആപത്തിൽ നിന്നും രക്ഷിക്കുന്നതിനും ഭക്തന് തന്നോടുള്ള പ്രേമത്തെ പരീക്ഷിക്കുന്നതിനും ഒപ്പം ദുഷ്ടദൈത്യനെ നാശത്തിന്റെ അഗാധ ഗർത്തത്തിലേക്ക് വലിച്ചെറിയുന്നതിനുമായി അവിടേക്ക് എഴുന്നള്ളി. ശ്രീ ശങ്കരപ്രഭുവിനോടൊപ്പം അദ്ദേഹത്തിന്റെ പാർഷദന്മാരും ഉണ്ടായിരുന്നു. നല്ല അഭ്യാസ പാഠവുമുള്ള വേടന്മാരുടെ വേഷത്തിലാണ് അവർ എത്തിച്ചേരുന്നത്. വെളുത്ത വരകളാൽ അവരുടെ ശരീരം തിളങ്ങിക്കൊണ്ടിരുന്നു. അസ്ത്രങ്ങൾ നിറച്ച ആവനാഴി ഓരോരുത്തരുടെയും മുതുകിൽ കാണാമായിരുന്നു. വേടരാജാവായിട്ടാണ് ശ്രീ പരമേശ്വരൻ ഗണങ്ങളോടൊപ്പം സാന്നിധ്യം കൊണ്ടത്. ആയുധസജ്ജരായ വേടന്മാരുടെ പടത്തലവനായി വന്ന ഭഗവാൻ ഹൃദയങ്ങളെ നടുക്കും വിധമുള്ള അട്ടഹാസം പുറപ്പെടുവിപ്പിച്ചുകൊണ്ട് വന്നു ചേർന്നത്. വേടന്റെ വേഷത്തിൽ ഭഗവാനും ഗണങ്ങളും വന്നു ചേർന്നപ്പോൾ പന്നി മുക്കറയിട്ടുകൊണ്ട് പാർത്ഥന്റെ നേർക്ക് പാഞ്ഞെടുത്തു. അവൻ പുറപ്പെടുവിപ്പിച്ച ഘോര ശബ്ദങ്ങളാൽ ദിക്കുകളെല്ലാം വിറപുണ്ടു. ഈ സമയം അർജുനൻ ചിന്താധീനനായി. വേടരാജാവായി വേഷം ധരിച്ചു വന്നിരിക്കുന്നത് സാക്ഷാൽ പരമശിവനായിരിക്കുമോ? ഒരുപക്ഷെ എന്റെ പ്രാർത്ഥനയുടെ ഫലമായി എന്നെ രക്ഷിക്കാൻ വന്നതായിരിക്കും. അപ്പോ ഈ ഒരു കാട്ടുപന്നിയുടെ വേഷത്തിലാണല്ലോ ആ ദുഷ്ടൻ വന്നിരിക്കുന്നത്. അപ്പൊ ഈ ദുഷ്ടനെ നിഗ്രഹിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ എന്ത് ചെയ്യുകയാണ്? ഒരു വേടരാജാവായിട്ട് വേടരാജാവിന്റെ വേഷം ധരിച്ചിട്ട് വരികയാണ്. വന്നിട്ട് ഈ കാട്ടുപന്നിയായിട്ട് ഏറ്റുമുട്ടുകയാണ്. അപ്പോ അർജുനൻ ഇത് കണ്ടിട്ട് വിചാരിക്കുകയാണ്, ഈ കാട്ടുപന്നിയുടെ വേഷം ധരിച്ചിട്ട് ഈ വന്നിരിക്കുന്ന ഇവനോട് ഏറ്റുമുട്ടാൻ വന്നിരിക്കുന്ന ഭഗവാൻ ശ്രീ ശങ്കര ഭഗവാൻ തന്നെയാണോ എന്നുള്ള ഒരു സംശയം ആരുടെ മനസ്സിൽ ഉദിക്കുകയാണ്? അർജുനന്റെ മനസ്സിൽ ഉദിക്കുകയാണ്. ഇത് പരമശിവൻ തന്നെയാണോ വന്നിരിക്കുന്നത്? ഈ വേടരാജാവിന്റെ വേഷത്തിൽ തന്നെ രക്ഷിക്കാൻ വേണ്ടി വന്നിരിക്കുന്നതെന്ന് അർജുനൻ ഇങ്ങനെ ആലോചിക്കുകയാണ്. ഒരുപക്ഷെ എന്റെ പ്രാർത്ഥനയുടെ ഫലമായി എന്നെ രക്ഷിക്കാൻ വന്നതായിരിക്കും. എല്ലാം അറിയുന്ന ശ്രീ ശങ്കരൻ എനിക്ക് ആപത്തുണ്ടായതറിഞ്ഞ് ഗണങ്ങളോടൊപ്പം വേഷം മാറി എന്നെ അനുഗ്രഹിക്കാൻ വന്നതായിരിക്കുമോ? ഭക്തന്മാർക്ക് മംഗളം ചെയ്യുന്ന മഹാപ്രഭുവാണ് ശ്രീ മഹേശ്വരൻ എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണനും വ്യാസമഹർഷിയും ദേവന്മാരും നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. മുക്തിദാതാവ് കൂടിയായ ശ്രീ പരമേശ്വരനെ ആത്മാർത്ഥതയോടും ഭക്തിയോടും കൂടി പ്രാർത്ഥിച്ചാൽ ആപത്തുകാലത്ത് രക്ഷയ്ക്കായി എത്തിച്ചേരും. പാപികൾക്ക് പോലും കാരുണ്യപ്രസാദം നൽകി അവരെ മുക്തരാക്കുന്ന ശംഭു എന്നെ ഒരിക്കലും കൈവെടിയുകയില്ല. എന്നാൽ ഭക്തന്മാരെ പരീക്ഷിച്ച് ദുഃഖത്തിൽ ആഴ്ത്തുന്നത് അദ്ദേഹത്തിന് ഒരു വിനോദമാണ്. പരീക്ഷിക്കുമെങ്കിലും അവർക്ക് ഒരാപത്തും സംഭവിക്കാതെ അദ്ദേഹം തന്നെ കാത്തു രക്ഷിക്കുകയും ചെയ്യും. ഇപ്രകാരം ചിന്തിച്ചു നിൽക്കെ പന്നി അർജുനന്റെ അരികിൽ എത്തിച്ചേർന്നു. പന്നിയുടെ പിന്നാലെ ഭഗവാനും വന്നു ചേർന്നു. പാർത്ഥന്റെയും ശ്രീ ശങ്കരന്റെയും മധ്യത്തിൽ നിലകൊള്ളുകയായിരുന്ന സുഗരവേഷം ധരിച്ച മൂകൻ എന്ന അസുരൻ ഒരു കൊടുമുടി പോലെ കാണപ്പെട്ടു. തന്റെ ഭക്തനായ കൗന്ദേയനെ രക്ഷിക്കാൻ തീരുമാനം കൈക്കൊണ്ട ചന്ദ്രചൂഡൻ അതിവേഗത്തിൽ ബാണങ്ങൾ തൊടുത്തുവിട്ടു. മൂകാസുരന്റെ പിന്നിൽ നിന്ന് ശ്രീ ശങ്കരനും മുന്നിൽ നിന്ന് പാർത്ഥനും ബാണങ്ങൾ തൊടുത്തുവിട്ടുകൊണ്ടിരുന്നു. അവ പന്നി രൂപത്തിന്റെ ശരീരത്തിൽ തുളച്ചു കയറി. നിമിഷങ്ങൾക്കകം പന്നി മരിച്ചു വീണു. അത് കണ്ടുനിന്ന ദേവന്മാർ അതീവ സന്തുഷ്ടരായി പുഷ്പവൃഷ്ടി നടത്തി ശ്രീ ശങ്കരനെ സ്തുതിച്ചു. ഭഗവാനും പാർത്ഥനും മരിച്ചു കിടക്കുന്ന ആ ദൈത്യന്റെ നേർക്ക് ദൃഷ്ടികൾ പതിപ്പിച്ചു നിൽക്കവേ അർജുനൻ ചിന്തിച്ചു, ഈ ദൈത്യൻ സുഗര രൂപം ധരിച്ച് ഇവിടെ വന്നത് എന്നെ കൊല്ലാൻ തന്നെയായിരുന്നു. ഈ വേടരാജാവ് സാക്ഷാൽ ശ്രീ പരമേശ്വരൻ തന്നെയാണ്. അദ്ദേഹം തന്നെയാണ് ഇവനെ കൊല്ലാൻ എനിക്ക് പ്രേരണ നൽകിയത്. അനന്തരം അർജുനൻ ഭഗവാന്റെ കീർത്തനം പാടി സ്തുതിച്ചു. പിന്നെ പല പ്രാവശ്യം അദ്ദേഹത്തിന്റെ പാതാരവിന്ദങ്ങളിൽ വീണ് നമസ്കരിച്ചു. അപ്പോ മനസ്സിലാക്കുകയാണ്. ആരാണ് മനസ്സിലാക്കുന്നത്? ഈ ദുഷ്ടനായിട്ടുള്ള അസുരനെ വധിക്കാൻ വന്നത് ശ്രീ പരമേശ്വര ഭഗവാൻ തന്നെയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ്.
എന്നിട്ട് എന്ത് ചെയ്യുകയാണ്? പരമേശ്വരനെ അർജുനൻ ഭജിക്കുകയാണ്. അസുരവധത്തിനു ശേഷം ജഡത്തിൽ തറച്ചിരിക്കുന്ന ബാണങ്ങൾ വലിച്ചൂരിയെടുക്കാൻ ശ്രീശങ്കരൻ തന്റെ അനുചരരെ നിയോഗിച്ചു. അപ്പോൾ അർജുനനും താൻ എയ്തുവിട്ട ശരം ഊരിയെടുക്കാൻ അവിടെ എത്തി. പാർത്ഥൻ ശിവന്റെ അനുചരനെ ഭയപ്പെടുത്തി ശകാരിച്ചിട്ട് ഒരു ബാണം അത് താൻ എയ്തുവിട്ടതാണെന്ന ധാരണയോടെ ഊരിയെടുത്തു. അത് കണ്ട ആ അനുചരൻ പറഞ്ഞു, ഹേ ഋഷിവര്യ, അങ്ങ് എന്താണ് ഈ കാണിക്കുന്നത്? അങ്ങ് ഊരിയെടുത്തത് ഞങ്ങൾ എയ്തുവിട്ട അസ്ത്രമാണ്. അത് എന്റെ കയ്യിൽ തന്നേക്കൂ. ഉടനെ പാർത്ഥൻ ശ്രീ ശങ്കരനെ സ്മരിച്ചുകൊണ്ട് പറഞ്ഞു, ഹേ വനവാസി, നീ ഒരു അഹങ്കാരിയാണ് അല്ലേ? കാര്യമറിയാതെ നീ വെറുതെ അതും ഇതും പുലമ്പുകയാണോ? ഈ ബാണം ഞാൻ അയച്ചതാണ്, പിന്നെ എങ്ങനെയാണ് ഇത് നിന്റേതാകുന്നത്? സംശയമുണ്ടെങ്കിൽ ഈ ബാണത്തിന്റെ മുനയിലും തൂവലിലും നോക്കുക, അതിൽ എന്റെ നാമം വ്യക്തമായി പതിച്ചിട്ടുണ്ട്. നീ എന്താണ് വെറുതെ എന്നെ വഞ്ചിച്ച് തരം താഴ്ത്താൻ ഒരുമ്പെടുന്നത്? പാർത്ഥന്റെ വാക്കുകൾ കേട്ട ഗണേശ്വരന് ചിരി വന്നു. അവിടെ കൂടി നിന്ന വേടരൂപികളായ ഗണങ്ങൾ പാർത്ഥനോട് പറഞ്ഞു, നിന്നെ കണ്ടാൽ വേഷം കൊണ്ടൊരു താപസനാണെന്ന് തോന്നും. പക്ഷെ നിന്റെ പ്രവൃത്തി നേരെ തിരിച്ചാണ്. കാരണം യഥാർത്ഥ തപസ്സുകൾ ഒരിക്കലും കള്ളം പറയുകയില്ല. ചതിയും വഞ്ചനയും അവർ ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല. നീ കളവ് പറഞ്ഞ് ഈ അസ്ത്രം കൈക്കലാക്കിയിരിക്കുന്നു. ഞങ്ങൾക്ക് ഈ ബാണം വാങ്ങാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ഞങ്ങൾ കഴിവുകെട്ടവരാണെന്ന ചിന്തയും താപസന്റെ വേഷത്തിൽ നിൽക്കുന്ന നിനക്ക് ഭൂഷണമല്ലേ? ഞങ്ങളുടെ സേനാനായകനായ സ്വാമി ഇവിടെ ഉണ്ടെന്ന കാര്യം നീ ഓർക്കുന്നത് നന്നായിരിക്കും. അദ്ദേഹം എല്ലാവർക്കും അനുഗ്രഹം നൽകാൻ പ്രാപ്തനുമാണ്. അതിനാൽ ഇക്കാലം എത്രയും നീ ചെയ്ത തപോബലം നഷ്ടമാകാതിരിക്കാൻ ഈ ബാണം നീ ഉടനെ മടക്കിത്തരിക. ഞങ്ങളുടെ സ്വാമി പ്രയോഗിച്ച ഈ അസ്ത്രത്താലാണ് ദുഷ്ടനായ അസുരൻ വധിക്കപ്പെട്ടത്. ഇനി നിനക്ക് ഈ അസ്ത്രം വേണമെങ്കിൽ ഞങ്ങളുടെ സ്വാമിയോട് ചോദിച്ചു വാങ്ങുന്നതാണ് ഉത്തമം. കാരുണ്യവാനായ അദ്ദേഹം എത്ര ബാണങ്ങൾ വേണമെങ്കിലും നിനക്ക് തീർച്ചയായും തരുന്നതാണ്. അപ്പൊ അർജുനന് എന്ത് ചെയ്യുകയാണ്? അർജുനന് ബാണങ്ങളൊക്കെ തൊടുത്തു വിടുകയാണ് അല്ലെ? അപ്പൊ അങ്ങനെ അർജുനൻ ഈ ബാണങ്ങളൊക്കെ തൊടുത്തു വിടുമ്പോ ഈ ബാണം അർജുനൻ എടുക്കുകയാണ്. അപ്പൊ ശിവഭഗവാനും ആ വേഷം മാറി വന്നാണ് യുദ്ധം ചെയ്യുന്നത്. അപ്പം അതുപോലെ തന്നെ അർജുനന് ഈ ബാണങ്ങൾ തൊടുത്തു വിട്ടിട്ടുണ്ട്. അപ്പം അർജുനന്റെ ആ ബാണങ്ങളാണ് അർജുനൻ എടുക്കുന്നത്. അപ്പൊ ഉടനെ ഗണപതി ഭഗവാനും അവിടെ വന്നിട്ടുണ്ട് വേഷം മാറിയിട്ട്. അപ്പം ഗണപതി ഭഗവാനും സന്തത സഹചാരികളും ഒക്കെ പറയുകയാണ്, ഈ ബാണം എന്ന് പറയുന്നത് നിന്റെ സ്വന്തമല്ല. നീ തപസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നീ എന്തിനാണ് കള്ളം പറയുന്നത്? ഈ ബാണം എന്ന് പറയുന്നത് ശിവഭഗവാന്റെ ബാണമാണ്. അങ്ങനെയല്ല, ശിവഭഗവാൻ എന്ന് പറയുന്നില്ല. ഈ ബാണം എന്ന് പറയുന്നത് ഞങ്ങളുടെ സേനാധിപതിയുടെ ബാണമാണ്. അതുകൊണ്ട് നീ ഇത് ഞങ്ങൾക്ക് തിരിച്ചു തരണമെന്ന് പറയുകയാണ്. നീ ഒരിക്കലും ഒരു താപസനാണെങ്കിൽ നീ ഒരു താപസ വേഷധാരി മാത്രമാണ്. നീ ഇങ്ങനെ കള്ളം പറയുന്നത് ശരിയാണോ? അതുകൊണ്ട് നിനക്ക് നിന്റെ തപസ്സൊന്നും മുടങ്ങണ്ടെന്നുണ്ടെങ്കിൽ നീ പെട്ടെന്ന് തന്നെ ആ ബാണമെല്ലാം ഞങ്ങൾക്ക് തിരിച്ചു തരാൻ പറയുകയാണ്. എടാ, അപ്പോ അർജുനൻ വേടനോട് പറയുകയാണ്. വേടന്റെ വേഷത്തിലാണല്ലോ ഗണപതി ഭഗവാനും. അപ്പൊ വേടനോട് അർജുനൻ പറയുകയാണ്, എടാ മൂഢനായ വേട, നിന്റെ പരിഹാസത്തിന് തക്കതായ ശിക്ഷ നൽകാൻ എനിക്ക് കഴിയാഞ്ഞിട്ടല്ല. പക്ഷെ നിന്നോട് യുദ്ധത്തിനൊരുങ്ങുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അപമാനമാണ്. നിങ്ങൾക്ക് നേതാവുണ്ടെന്നല്ലേ പറഞ്ഞത്? അയാളെ വിളിക്കൂ. സിംഹവും കുറുക്കനും തമ്മിൽ യുദ്ധം ചെയ്യാറില്ല. അതിനാൽ എനിക്ക് ആവശ്യം നിന്റെ സ്വാമിയെയാണ്. ഇനിയും എന്നെ പരിഹസിക്കാനാണ് ഭാവമെങ്കിൽ എന്റെ ശക്തിയും നിനക്ക് അറിയിച്ചു തരേണ്ടി വരും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നും പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. അർജുനന്റെ വാക്കുകൾ കേട്ട ഗണങ്ങൾ നേരെ വേടരൂപിയായ ഭഗവാന്റെ അടുത്തേക്ക് ചെന്ന് നമസ്കരിച്ചുകൊണ്ട് സംഭവങ്ങൾ മുഴുവനും അദ്ദേഹത്തോട് വിവരിച്ചു. ഗണങ്ങളുടെ അഭിപ്രായം കേട്ട കിരാതവേഷധാരിയായ പരമ്പൊരുളിന് വളരെ സന്തോഷമാണ് ഉണ്ടായത്. ഉടനെ അവിടെ നിന്നും എഴുന്നേറ്റ ഭഗവാൻ തന്റെ വത്സലനായ കൗന്ദേയന്റെ അടുത്തേക്ക് പോയി. കിരാതവേഷധാരിയും പാർഷദന്മാരും തന്റെ നേർക്ക് വരുന്നത് കണ്ട കൗന്ദേയൻ അമ്പും വില്ലും എടുത്ത് യുദ്ധസന്നദ്ധനായി നിലകൊണ്ടു. ഈ സന്ദർഭത്തിൽ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ഗണങ്ങൾ അവനോട് പറഞ്ഞു, ഹേ താപസ, ജീവൻ വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഓടി രക്ഷപ്പെടുക. ഈ നിസ്സാര കാര്യത്തിന് വേണ്ടി ജീവൻ വെടിയുന്നത് ബുദ്ധിയല്ല. നീ ചെല്ലുന്നതും പ്രതീക്ഷിച്ച് സഹോദരന്മാരും മാതാവും കാത്തിരിക്കുന്നുണ്ടാകും. ശ്രീശങ്കരന്റെ കൽപ്പന പ്രകാരം വേടന്മാർ ഇപ്രകാരം പറയുന്നത് കേട്ട പാർത്ഥൻ പറഞ്ഞു, ഹേ ദൂത, നീ ചെന്ന് നിന്റെ സ്വാമിയെ എന്നോട് എതിർക്കാൻ കരുത്തുണ്ടെങ്കിൽ വരാൻ പറയുക. അല്ലാതെ വെറും ഒരു വേടനായ നീ ആജ്ഞാപിക്കുന്നത് പോലെ ചെയ്യാൻ ക്ഷത്രിയനായ ഞാനൊരു വിഡ്ഢിയല്ല. നീ പറയുന്നത് പോലെ പ്രവർത്തിച്ചാൽ അതെന്റെ വംശത്തിനാകെ കളങ്കമായി തീരും. മാത്രമല്ല അതെന്റെ സഹോദരങ്ങൾക്ക് ദുഃഖത്തിനും കാരണമാകും. കൂടാതെ ഞാൻ പഠിച്ച വിദ്യകൾ കുടത്തിനുള്ളിലെ ദീപനാളം പോലെ നിശ്ചലമായി തീരുകയും ചെയ്യും. പിന്നെ ഒരു സത്യം കൂടി ഈ സന്ദർഭത്തിൽ നീ അറിയേണ്ടതുണ്ട്. നിന്റെ സ്വാമിക്ക് എന്നെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. കാരണം ഞാൻ സാക്ഷാൽ പരബ്രഹ്മ സ്വരൂപനായി ശ്രീ പരമേശ്വരന്റെ ഒരു ഭക്തനാണ്. കാരുണ്യ സാഗരമായ അദ്ദേഹത്തിന്റെ അനുഗ്രഹം തീർച്ചയായും എനിക്കുണ്ടാകും.
വിശ്വശില്പിയായ ആ ജഗദീശ്വരൻ എന്നെ രക്ഷിക്കാനുണ്ടാകുമെന്ന കാര്യം കൂടി നീ നിന്റെ സ്വാമിയെ ധരിപ്പിക്കുക. നിന്റെ സ്വാമിയോട് യുദ്ധം ചെയ്യാൻ ഞാൻ സദാ ഒരുക്കമാണെന്നും അറിയിക്കുക. പാർത്ഥന്റെ വാക്കുകളിൽ പ്രതിധ്വനിച്ചു നിൽക്കുന്ന ശിവഭക്തിയുടെ ആഴം കണ്ടറിഞ്ഞ ദൂതന് അദ്ദേഹത്തോട് ആദരവ് തോന്നിയെങ്കിലും അതൊന്നും പുറത്ത് പ്രകടിപ്പിക്കാതെ ദൂതൻ മടങ്ങിപ്പോയി. കാര്യങ്ങളെല്ലാം ഭഗവാനോട് പറഞ്ഞു. അപ്പൊ അർജുനൻ പറയുകയാണ്, നിന്നോട് നിസാരനായിട്ടുള്ള നിന്നോട് യുദ്ധം ചെയ്യാനൊന്നും എനിക്ക് കഴിയുകയില്ല. നിന്റെ മഹാപ്രഭു ആയിട്ടുള്ള ശിവഭഗവാനെ നിന്റെ മഹാപ്രഭു ആയിട്ടുള്ള അല്ലെങ്കിൽ നീ പറയുന്ന ആ നേതാവ് ആരാണ്, ആ നേതാവിനെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരാം, എന്നിട്ട് ആ നേതാവിനോട് ഞാൻ യുദ്ധം ചെയ്യുന്നതാണെന്ന് പറയുകയാണ്. അങ്ങനെ കുറെ ഗുണവിശേഷങ്ങളൊക്കെ ഞാൻ അങ്ങനെയാണ്, ഞാൻ വലിയ ശിവഭക്തനാണ്, എനിക്ക് ശിവഭഗവാനെ വളരെയധികം ഇഷ്ടമാണ്, അതുകൊണ്ട് ആ ശിവഭഗവാൻ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവും എന്നൊക്കെ ഉള്ള രീതിയിൽ അർജുനൻ പറയുകയാണ്. ഭഗവാൻ ശംഭു സൈന്യസമേതം അർജുനന്റെ മുന്നിൽ എത്തിച്ചേർന്നു. അങ്ങനെ ഇതൊക്കെ കേട്ട് ശ്രീ ശങ്കര ഭഗവാൻ ഒരു തമാശ മാത്രമാണ്. പാർത്ഥന്റെ വാക്കുകളിൽ പ്രതിധ്വനിച്ചു നിൽക്കുന്ന ശിവഭക്തിയുടെ ആഴം കണ്ടറിഞ്ഞ ദൂതന് അദ്ദേഹത്തോട് ആദരവ് തോന്നിയെങ്കിലും അതൊന്നും പുറത്ത് പ്രകടിപ്പിക്കാതെ ദൂതൻ മടങ്ങിപ്പോയി. കാര്യങ്ങളെല്ലാം ഭഗവാനോട് പറഞ്ഞു. അപ്പം അർജുനന്റെ മനസ്സിൽ ഇത്രത്തോളം ശിവഭക്തി ഉണ്ട് എന്നുള്ള കാര്യം ദൂതൻ മനസ്സിലാക്കുകയാണ്. എന്നിട്ട് ദൂതൻ എന്ത് ചെയ്യുകയാണ്, ഇതെല്ലാം മനസ്സിലാക്കിയിട്ടും ഒന്നും പറയാതെ മടങ്ങി പോവുകയാണ്. എന്നിട്ട് ഇതെല്ലാം ചെന്ന് ശിവഭഗവാനോട് പറയുകയാണ്. കാര്യങ്ങളെല്ലാം മടങ്ങിപ്പോയി ഭഗവാനോട് പറഞ്ഞു. ദൂതന്റെ നാവിൽ നിന്നും അർജുനന്റെ ശിവഭക്തിയെ കുറിച്ചറിഞ്ഞ ശ്രീ ശങ്കരൻ മാധുര്യം തുളുമ്പുന്ന മാസ്മരിക മന്ദഹാസം മനോഹരമായ അതരങ്ങളിൽ അലങ്കരിച്ചിരുത്തി. എന്നാൽ മുൻനിശ്ചയത്തിൽ നിന്നും വ്യതിചലിക്കാൻ ഭഗവാൻ തയ്യാറായില്ല. അർജുനനെ പരീക്ഷണത്തിന് വിധേയനാക്കാൻ തന്നെ ഭഗവാൻ തീരുമാനിച്ചു. ലീലകൾ കൊണ്ടാടി ഭക്തന്മാരെ ശുദ്ധീകരിക്കണം എന്നത് ശ്രീശങ്കരനെ സംബന്ധിച്ചിടത്തോളം ഒരു തമാശയാണ്. ഭഗവാൻ ശംഭു സൈന്യസമേതം അർജുനന്റെ മുന്നിൽ എത്തിച്ചേർന്നു. കിരാതനെയും ശക്തമായ സൈന്യത്തെയും മുന്നിൽ കണ്ടപ്പോൾ പാർത്ഥൻ മനസ്സു തുറന്ന് ശ്രീ ശങ്കരനെ പ്രാർത്ഥിച്ചു. മുന്നിൽ നിൽക്കുകയായിരുന്ന ഭഗവാന് അത് അനുഭവപ്പെടുകയും ചെയ്തു. ധ്യാനത്തിൽ നിന്നും ഉണർന്ന ശേഷം പാർത്ഥൻ കിരാതനുമായി യുദ്ധത്തിൽ ഏർപ്പെട്ടു. ഭയങ്കരമായ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോഴും അർജുനന്റെ അകതാരിൽ സദാശിവ രൂപം പ്രകാശിച്ചു തന്നെ നിന്നു. ശ്രീ പരമേശ്വരന്റെ പാദകമലങ്ങളിൽ അർജുനൻ അദ്ദേഹത്തെ തന്നെ സമർപ്പിച്ചതോടുകൂടി ശക്തി വർദ്ധിച്ചു. ഉടനെ കിരാതന്റെ 2 കാലുകളിലും പിടിച്ച് പാർത്ഥൻ വട്ടം കറക്കി. അപ്പോൾ ശ്രീ ഭഗവാൻ ഭക്തന്റെ സാമർഥ്യം കണ്ട് ചിരിച്ചുപോയി. കറങ്ങിക്കൊണ്ടിരുന്നതിനിടയിൽ കിരാതരൂപം വിടിഞ്ഞ ഭഗവാൻ പൂർവ്വരൂപം കൈവരിച്ചു. അങ്ങനെ അർജുനൻ എന്ത് ചെയ്യാണ്, ഈ കിരാതനെ ശങ്കര ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തന്നെ ഈ കിരാതന്റെ കാലിൽ പിടിച്ചിട്ട് കിരാതനെ ഇങ്ങനെ വട്ടം കറക്കുകയാണ്. അപ്പൊ ഇത് കണ്ടപ്പോ ശിവഭഗവാന് തന്നെ വളരെയധികം തമാശ തോന്നുകയാണ്, വളരെയധികം സന്തോഷം തോന്നുകയാണ് ഭഗവാന്. അങ്ങനെ കറങ്ങിക്കൊണ്ടിരുന്നതിൽ കിരാത രൂപം വെടിഞ്ഞ ഭഗവാൻ പൂർവ്വരൂപം കൈവരിച്ചു. അങ്ങനെ ഈ കിരാത വേഷത്തിൽ വന്നത് ആരായിരുന്നു? ഭഗവാൻ തന്നെയായിരുന്നു. അങ്ങനെ ഭഗവാൻ ശ്രീ ശങ്കര ഭഗവാൻ എന്ത് ചെയ്യുകയാണ്, തന്റെ കിരാത വേഷം വെടിയുകയാണ്. വേദശാസ്ത്രങ്ങളിലും പുരാണങ്ങളിലും വർണ്ണിച്ചിട്ടുള്ള മഹാപ്രഭുവായ ശ്രീ പരമേശ്വരന്റെ രൂപം ധ്യാനിക്കാൻ വേണ്ടി ഭഗവാൻ വേദവ്യാസൻ പാർത്ഥന് ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സർവസിദ്ധിമാതാ സ്വരൂപം തന്നെയാണ് അർജുനൻ ധ്യാനിച്ചിരുന്നതും ഭഗവാൻ തന്റെ വാത്സല്യപുത്രന്റെ മുന്നിൽ പ്രദർശിപ്പിച്ചത്. വർണ്ണനാതീതവും അവാച്യവുമായ മനോഹര രൂപം കണ്ട ഫൽഗുനൻ വിസ്മയഭരിതനും ഒപ്പം ലജ്ജിതനുമായി. മാത്രമല്ല പശ്ചാത്താപബോധത്താൽ കുറച്ചുനേരം വാക്കുകൾ ഉരുക്കഴിക്കാൻ കഴിയാതെയുമായി. നിമിഷങ്ങൾക്കു ശേഷം ആ ഭക്ത ശിരോമണി ഭഗവാന്റെ പാദകമലങ്ങളിൽ വീണ് നമസ്കരിക്കുകയും കുറ്റബോധത്താൽ ഉതിർന്നു വീണ ബാഷ്പകണങ്ങളാൽ അദ്ദേഹത്തിന്റെ ശരണങ്ങൾ നനയ്ക്കുകയും ചെയ്തു. അനന്തരം അർജുനൻ പറഞ്ഞു, ത്രിലോകങ്ങളുടെയും നാഥനായ ഭഗവാനെ, അണ്ടകടാഹങ്ങളെ ആകമാന മനോനിശ്ചയത്താൽ നിയന്ത്രിക്കുന്ന പരബ്രഹ്മ സ്വരൂപനായ ശ്രീ പരമേശ്വര, ജീവജാലങ്ങളുടെ സൃഷ്ടിസ്ഥിതി ലയങ്ങൾക്ക് കാരണഭൂതനായ പരമ്പൊരുളെ, അങ്ങേക്ക് ഈ കുന്തിപുത്രന്റെ സഹസ്രകോടി നമോവാകം. അവിടുത്തെ പാതാരവിന്ദങ്ങളിൽ പറ്റിയിരിക്കുന്ന പാംസുക്കൾ മൗലിയിൽ ധരിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഈ ദാസൻ ഏതു വിധത്തിലുള്ള അവിടുത്തെ രൂപത്തെയാണോ ധ്യാനിച്ചിരിക്കുന്നത്, അതേ രൂപത്തിൽ തന്നെയാണല്ലോ അവിടുന്ന് എന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. പക്ഷെ ഞാൻ അവിടുന്ന് ചമച്ച മായാവലയത്തിൽ കുടുങ്ങി അങ്ങയെ അറിയാതെ പോയതിൽ ക്ഷമിക്കണമേ മഹാപ്രഭോ. മായാവികളെ പോലും വിഭ്രമിക്കുന്ന സത്യത്തിന്റെ കാതലായ അവിടുത്തെ സ്വരൂപ ദർശന സൗഭാഗ്യം എനിക്കുണ്ടായല്ലോ. പാപിയായി ഞാൻ അങ്ങ് ആരാണെന്നറിയാതെ നിന്ദ്യമായി പെരുമാറിയത് മഹാ അപരാധമാണെന്ന് ഞാനിപ്പോൾ അറിയുന്നു. അതിനാൽ ഭക്തവത്സലനും കാരുണ്യനിധിയും സർവാന്തര്യാമിയുമായ ഭഗവാനെ, അവിടുത്തെ ഈ ദാസൻ അറിയാതെ ചെയ്തുപോയ അപരാധം പൊറുക്കണേ. കിരാത വേഷത്തിൽ വന്ന് അങ്ങ് എന്നെ പരീക്ഷിക്കുകയാണെന്ന യാഥാർത്ഥ്യം ഞാൻ അറിഞ്ഞിരുന്നില്ല.
അങ്ങയോട് യുദ്ധത്തിൽ ഏർപ്പെട്ട ഞാൻ മൂഢൻ തന്നെയാണ്. മഹാദേവ, അവിടുത്തെ ഈ ഭക്തനിൽ കാരുണ്യ പീയൂഷം ചൊരിയണമേ. അങ്ങനെ അർജുനൻ മാപ്പപേക്ഷിക്കുകയാണ്. മാപ്പപേക്ഷിച്ചിട്ട് ശിവഭഗവാനോട് പറയുകയാണ്, അങ്ങാണ് ഈ കിരാത വേഷത്തിൽ വന്നതെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞിരുന്നില്ല ഭഗവാനെ. അങ്ങ് എന്നോട് ക്ഷമിക്കണമേ. അങ്ങ് എൻ്റെ പാപം, ഇത്രയും വലിയ പാപമാണല്ലോ ഞാൻ ചെയ്തത്. ഇത്രയും പരാശക്തനായിട്ടുള്ള, ഇത്രയും പരബ്രഹ്മ സ്വരൂപനായിട്ടുള്ള ഭഗവാനോടാണല്ലോ ഞാൻ ഏറ്റുമുട്ടിയത്. എനിക്ക് അറിയില്ലായിരുന്നു ഭഗവാനെ, എനിക്കിതൊന്നും അറിയില്ലായിരുന്നു. അങ്ങാണ് ഈ കിരാത വേഷത്തിൽ വന്നതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ അറിയാതെ ചെയ്തു പോയതാണ് ഭഗവാനെ. അതുകൊണ്ട് അങ്ങ് എൻ്റെ തെറ്റ് ക്ഷമിക്കണമേ ഭഗവാനെ എന്ന് പറഞ്ഞിട്ട് അർജുനൻ പരമേശ്വരന്റെ, ഭഗവാന്റെ മുന്നില് താണു വണങ്ങി മാപ്പപേക്ഷിക്കുകയാണ്. അപ്പൊ അറിയാതെ ചെയ്ത തെറ്റിന് ഭഗവാൻ അർജുനൻ ശ്രീ പരമേശ്വരനോട് മാപ്പപേക്ഷിക്കുകയാണ്. അതുപോലെ നമുക്കും ഭഗവാനോട് മാപ്പപേക്ഷിക്കാം. നമ്മൾ അറിയാതെ ചെയ്ത തെറ്റിന്, നമ്മളോട് അറിയാതെ നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് മാപ്പ് തരണേ ഭഗവാനെ, പരമേശ്വര എന്ന് ഈ ഒരു നിമിഷത്തിൽ നമുക്കും ഭഗവാനോട് പ്രാർത്ഥിക്കാം. ഇപ്രകാരം ഭഗവാനോട് പ്രാർത്ഥന ചെയ്ത ശേഷം അർജുനൻ വീണ്ടും ശങ്കരന്റെ പാതാരവിന്ദങ്ങളിൽ വീണ് വിലപിച്ചു. ഭക്തനായ പാർത്ഥന്റെ സ്തുതിയിലും പ്രാർത്ഥനയിലും പൂർണ്ണ സംതൃപ്തനായ മഹാദേവൻ 2 കൈകൊണ്ടും തന്റെ ഭക്തനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. അതിനുശേഷം അർജുനന്റെ മനതാരിൽ ആനന്ദാമൃതം നിറയ്ക്കാൻ പര്യാപ്തമായ വിധത്തിൽ ആശ്വാസവാക്കുകൾ ഓതി. ഹേ പാണ്ഡുപുത്ര, നീ നമുക്ക് പ്രിയപ്പെട്ട ഭക്തനാണ്. അതിനാൽ നീ പശ്ചാത്തപിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. നിന്നെ പരീക്ഷിക്കുവാൻ വേണ്ടിയാണ് നാം ഒരു ലീല കൊണ്ടാടിയത്. ഇതെല്ലാം നമ്മുടെ ഒരു തമാശയായി കരുതിയാൽ മതി. ദുഃഖിക്കേണ്ട വിധത്തിൽ നീ തെറ്റുകളൊന്നും ചെയ്തിട്ടില്ല. പാണ്ഡവന്മാരിൽ നീ ശ്രേഷ്ഠനായതിനാൽ നിന്നോട് നമുക്ക് ഏറെ ഇഷ്ടമുണ്ട്. നിന്റെ നിഷ്കാമ ഭക്തിയിൽ നാം സന്തുഷ്ടനുമാണ്. അതിനാൽ നിനക്ക് എന്ത് വരമാണ് വേണ്ടതെന്ന് ചോദിച്ചു കൊള്ളുക. അതെന്തു തന്നെ ആയാലും നാം അത് നൽകുന്നതാണ്. നീ നമുക്ക് നൽകിയ താടനങ്ങളും അസ്ത്രപ്രയോഗങ്ങളും നിന്റെ ആദരവോടു കൂടിയ പൂജയായി നാം സ്വീകരിച്ചിരിക്കുന്നു. കാരണം യുദ്ധത്തിനു മുമ്പും യുദ്ധം ചെയ്തുകൊണ്ടിരുന്നപ്പോഴും നിന്റെ മനതാരിൽ നമ്മെയാണ് പ്രതിഷ്ഠിച്ചിരുന്നത്. ഇതെല്ലാം നാം തന്നെ മുൻകൂട്ടി കണ്ടിരുന്നതാണ്. ഒരു തെറ്റും നീ ചെയ്തതായി നമുക്ക് തോന്നുന്നില്ല. അതിനാൽ എന്തും സാധിച്ചു തരാൻ നാം തയ്യാറാണ്. നിനക്ക് സൽകീർത്തിയും രാജ്യപ്രാപ്തിയും ഉണ്ടാകുന്നതാണ്. നമ്മുടെ കാരുണ്യവും അനുഗ്രഹവും ആഗ്രഹിച്ചുകൊണ്ടാണ് നീ നമ്മെ തപസ് ചെയ്തത്. നീ ആഗ്രഹിക്കുന്നതെല്ലാം തീർച്ചയായും സാധിക്കുന്നതാണ്. അപ്പൊ നോക്കൂ, ആ പരമശിവന്റെ, ആ ഭഗവാന്റെ ആ ഒരു എന്താ പറയാ, അത്രയും മനസ്സിന്റെ ആ ഒരു ഇത് മനസ്സിലാക്കൂ. അർജുന അറിയാതെയാണ് തെറ്റ് ചെയ്തത്, അറിയാതെയാണ് തന്നോട് യുദ്ധം ചെയ്തതെങ്കിൽ പോലും ശ്രീ പരമേശ്വര ഭഗവാൻ അർജുനനോട് ക്ഷമിക്കുകയാണ്. നിന്റെ അറിവില്ലായ്മ കൊണ്ടാണ്, അല്ലെങ്കിൽ നീ അറിയാതെയാണ് അങ്ങനെ തെറ്റ് ചെയ്തത്. പക്ഷെ നീ അങ്ങനെ തെറ്റ് ചെയ്തതായിട്ട് നമുക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ നിനക്ക് സൽകീർത്തിയും എല്ലാ ഐശ്വര്യങ്ങളും എല്ലാ നന്മയും ഉണ്ടാവുന്നതാണ്. ഇനി നിന്റെ ആവശ്യം എന്താണ്, നിന്റെ ആഗ്രഹം എന്താണെന്ന് നീ നമ്മോട് ചോദിച്ചു കൊള്ളുക. ആ ആഗ്രഹം ഞാൻ നിനക്ക് തീർച്ചയായിട്ടും നടത്തി തരുന്നതാണെന്ന് ശ്രീ പരമേശ്വര ഭഗവാൻ പറയുകയാണ്. നമ്മുടെ കാരുണ്യവും അനുഗ്രഹവും ആഗ്രഹിച്ചുകൊണ്ടാണ് നീ നമ്മെ തപസ് ചെയ്തത്. നീ ആഗ്രഹിക്കുന്നതെല്ലാം തീർച്ചയായും സാധിക്കുന്നതാണ്. എന്നിട്ട് പറയുകയാണ്, നീ നമ്മോടുള്ള കാരുണ്യം കൊണ്ടും അതുപോലെ തന്നെ എന്താണ് നമ്മുടെ അനുഗ്രഹവും കൊണ്ടാണ് നീ നമ്മെ, അല്ലെങ്കിൽ ശിവഭഗവാനെ പ്രാർത്ഥിച്ചത്. ആ മനസ്സുകൊണ്ട് നീ പ്രാർത്ഥിച്ചത്, ശിവഭഗവാനെ പ്രാർത്ഥിച്ചത്. അതുകൊണ്ട് തന്നെ നിന്റെ ആഗ്രഹങ്ങളെല്ലാം ഞാൻ പൂർത്തിയാക്കി തരുന്നതാണ് എന്ന് ശ്രീ പരമേശ്വര ഭഗവാൻ പറയുകയാണ്. ശ്രീ പരമേശ്വരന്റെ സ്നേഹപൂർണമായ വാക്കുകൾ കേട്ട അർജുനൻ വളരെ സന്തോഷവാനായി. അദ്ദേഹം ഭക്തിപുരസരം ഭഗവാനെ വണങ്ങിക്കൊണ്ട് പറഞ്ഞു, മഹാകാരുണ്യനിധിയും ഭക്തവത്സലനുമായ മഹാദേവ, അവിടുത്തെ മഹാത്മ്യം വർണ്ണിക്കാൻ പോകുന്ന സർഗവൈഭവം എന്റെ നാവുകൾക്കില്ല. മഹാപ്രഭുവായ ശ്രീ ശങ്കര, അവിടുത്തെ ദാസന് അങ്ങേ നമസ്കരിക്കാനേ കഴിയൂ. പഞ്ചമുഖനും ജടാധാരിയും ത്രിനേത്രനുമായ ഭഗവാനെ, അവിടത്തേക്ക് എന്റെ നമോഭാഗം. വിവിധ തരത്തിലുള്ള ആയുധങ്ങൾ ധരിച്ചവനും ഉത്തരീയമായി പുലിത്തോൽ ധരിച്ചവനും വസ്ത്രമായ ആനത്തോൽ ധരിച്ചവനും അലൗകികമായ സ്നേഹത്തിന്റെ ഉത്ഭവ കേന്ദ്രവുമായ ശ്രീ ശംഭോ, അവിടത്തേക്ക് ഈ ഭക്തന്റെ ശതകോടി പ്രണാമം.
സജ്ജനങ്ങൾക്ക് ഭക്തിയും മുക്തിയും പ്രദാനം ചെയ്യുന്ന പരബ്രഹ്മ സ്വരൂപനായ പരമാത്മാവേ, എന്റെ സ്നേഹപൂർണമായ നമസ്കാരം സ്വീകരിക്കാൻ ദയുണ്ടാകണമേ. സർവേശ്വര, അവിടുത്തെ ഗുണങ്ങൾ വർണ്ണിക്കാൻ വേദങ്ങൾക്ക് പോലും സാധ്യമല്ലെന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. വിവിധ തരത്തിലുള്ള അർജുനന്റെ സ്തുതികൾ കേട്ട ശ്രീശങ്കരൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോ അർജുനൻ ഭഗവാനോട് പറയുകയാണ്, ശ്രീ ശങ്കര ഭഗവാനെ, അങ്ങയെ ഞാൻ പ്രാർത്ഥിക്കാൻ കഴിഞ്ഞത് തന്നെ, അങ്ങയുടെ ഭക്തനാവാൻ കഴിഞ്ഞത് തന്നെ എനിക്ക് പുണ്യമാണ്. അങ്ങ് എൻ്റെ തെറ്റുകളെല്ലാം ക്ഷമിച്ച് എന്നെ സ്വീകരിച്ചല്ലോ, അല്ലെങ്കിൽ എൻ്റെ തെറ്റുകളെല്ലാം ക്ഷമിച്ചിട്ട് എനിക്ക് അനുഗ്രഹം ചൊരിഞ്ഞല്ലോ ഭഗവാനെ എന്ന് പറഞ്ഞ അർജുനൻ വളരെയധികം കരയുകയാണ്, വളരെയധികം ഭഗവാനോട് ആ ഭക്തി പ്രകടിപ്പിക്കുകയാണ്. വിവിധ തരത്തിലുള്ള അർജുനന്റെ സ്തുതികൾ കേട്ട ശ്രീശങ്കരൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പൊ ഇങ്ങനെയുള്ള വിവിധ തരത്തിലുള്ള അർജുനന്റെ ആ സ്തുതികൾ കേട്ട ശങ്കര ഭഗവാൻ പുഞ്ചിരിച്ചുകൊണ്ട് അർജുനനോട് പറയുകയാണ്, വത്സ പാർത്ഥ, നിന്റെ സ്തുതിയിലും ഭക്തിയിലും നാം സംപ്രീതനാണെന്ന് പറഞ്ഞില്ലേ, പിന്നെ എന്തിനാണ് നമ്മെ വീണ്ടും വീണ്ടും സ്തുതിക്കുന്നത്? നിനക്ക് വേണ്ട വരം ചോദിച്ചു കൊള്ളുക. അർജുനൻ ഗദ്ഗദത്തോടെ പറഞ്ഞു. അപ്പോ ശ്രീ ശങ്കര ഭഗവാൻ പറയണ, നീ എന്നെ സ്തുതിച്ചതൊക്കെ മതി, നിനക്ക് എന്ത് വരമാണ് വേണ്ടതെന്നുള്ളത് നീ നമ്മോട് പറഞ്ഞുകൊള്ളൂ അർജുന എന്ന് ശിവഭഗവാൻ അർജുനനോട് പറയുകയാണ്. അർജുനൻ ഗദ്ഗദത്തോടെ പറഞ്ഞു. അപ്പൊ ഇത് കേട്ട ഉടനെ അർജുനൻ ഗദ്ഗദത്തോടെ പറയുകയാണ്, ഭഗവാനെ, ദേവാദിദേവ, രുദ്രദേവ, എല്ലാ ജീവികളുടെയും ഉള്ളിൽ വസിക്കുന്ന പരമ്പൊരുളാണ് അങ്ങ്. ശത്രുക്കൾ മൂലം എനിക്ക് ഉണ്ടായിട്ടുള്ള ആപത്തുകൾ അവിടത്തേക്ക് അറിയാമല്ലോ. അതെല്ലാം അങ്ങേ ദർശിക്കുവാനുള്ള ഭാഗ്യോദയത്തോടെ ഇല്ലാതെയായി. ഇനി എനിക്ക് ഈ ലോകത്തിൽ ശ്രേഷ്ഠമായ സിദ്ധി ലഭിക്കുന്നതിനുള്ള വരപ്രസാദമാണ് വേണ്ടത്. അപ്പോ അർജുനൻ പറയുകയാണ്, ശത്രുക്കളുടെ ദ്രോഹങ്ങളൊക്കെ അങ്ങേക്ക് നന്നായിട്ട് അറിയാവുന്നതാണല്ലോ. അതെല്ലാം അങ്ങേ ദർശിക്കുവാനുള്ള ഭാഗ്യോദയത്തോടെ ഇല്ലാതെയായി. അതെല്ലാം അങ്ങേ ദർശിക്കാനുള്ള ഭാഗ്യോദയത്തോടു കൂടി അതെല്ലാം എന്നിൽ നിന്ന് ഇല്ലാതാവുകയാണ്. ഇനി എനിക്ക് ഈ ലോകത്തിൽ എന്താണ് വേണ്ടത്? ശ്രേഷ്ഠമായ സിദ്ധി ലഭിക്കുന്നതിനുള്ള വരപ്രസാദമാണ് വേണ്ടത്. ഇനി ഈ ലോകത്ത് എനിക്ക് ശ്രേഷ്ഠമായിട്ടുള്ള സിദ്ധി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വരപ്രസാദമാണ് അങ്ങ് തരേണ്ടത് എന്ന് ശിവഭഗവാനോട് അർജുനൻ പറയുകയാണ്. അതാണ് അർജുനന് വേണ്ട വരം. പാണ്ഡുപുത്രനായ പാർത്ഥനിൽ പ്രസന്നനായി തീർന്ന പന്നകഭൂഷണൻ തന്റെ അപാരശക്തി വിശേഷമുള്ള പാശുപതാസ്ത്രം കുന്തിതനയന് നൽകി. അങ്ങനെ പാണ്ഡുപുത്രനായ പാർത്ഥനില് പ്രസന്നനായി തീർന്ന പന്നകഭൂഷണൻ എന്ത് ചെയ്യുകയാണ്? തന്റെ അപാരശക്തി വിശേഷമുള്ള പാശുപതാസ്ത്രം കുന്തിപുത്രന് നൽകുകയാണ്, അർജുനന് നൽകുകയാണ്. എന്നിട്ട് അനുഗ്രഹിക്കുകയാണ്. ത്രിലോകങ്ങളിൽ ആർക്കും ജയിക്കാൻ കഴിയാത്ത വിധം അത്ഭുതവും ദിവ്യവുമായ പാശുപതാസ്ത്രം അർജുനന് നൽകിക്കൊണ്ട് ഭഗവാൻ പറഞ്ഞു, അർജുന, നാം നിനക്ക് നൽകിയിരിക്കുന്ന ഈ അത്യന്തം മഹത്തായ അസ്ത്രത്തിന്റെ ശക്തിയും പ്രഭാവവും കൊണ്ട് സകല ശത്രുക്കൾക്കും നീ അജയനായി തീരുന്നതാണ്. നിന്നെ സഹായിക്കാനായി നാം ശ്രീകൃഷ്ണനെ ചുമതലപ്പെടുത്തുന്നതാണ്. എന്തെന്നാൽ ശ്രീകൃഷ്ണൻ എന്റെ ആത്മസ്വരൂപനും ഭക്തനും കാര്യം നിർവഹിക്കുന്നവനുമാണ്. പാർത്ഥ, നമ്മുടെ അനുഗ്രഹത്താൽ നീ വിശാലമായ രാജ്യം അനുഭവിക്കാൻ ഇടവരുന്നതാണ്. കൂടാതെ സ്വന്തം സഹോദരനായ യുധിഷ്ഠിരനുമായി നീ ധാർമ്മിക കൃത്യങ്ങളിൽ ഏർപ്പെടുന്നതുമാണ്. ഇപ്രകാരം വരദാനങ്ങൾ നൽകി അനുഗ്രഹിച്ചതിന് ശേഷം ശ്രീശങ്കരൻ അന്തർധാനം ചെയ്തു. എന്നിട്ട് ശ്രീശങ്കരൻ പറയുകയാണ്, അർജുന, നാം നിനക്ക് നൽകിയിരിക്കുന്നത് അത്യന്തം മഹത്തായിട്ടുള്ള പാശുപതാസ്ത്രമാണ്. ഇതുകൊണ്ട് തന്നെ നീ സകല ശത്രുക്കൾക്കും ഈ സകല ശത്രുക്കളെയും നീ നിഗ്രഹിക്കുന്നതാണ്. സകല ശത്രുക്കൾക്കും നീ അജയനായി തീരുന്നതാണ്. നിന്നെ സഹായിക്കാനായി ശ്രീകൃഷ്ണനെ ശ്രീകൃഷ്ണ പരമാത്മാവിനെ ശ്രീകൃഷ്ണനെ തന്നെ ഞാൻ ചുമതലപ്പെടുത്തുന്നതാണ്. എന്തെന്നാൽ ശ്രീകൃഷ്ണൻ എൻ്റെ ആത്മസ്വരൂപവും അതുപോലെ ഭക്തനും കാര്യം നിർവഹിക്കുന്നവനുമാണ്. അപ്പൊ കാര്യനിർവഹണ തൽപരനുമാണ് ശ്രീകൃഷ്ണ ഭഗവാൻ. ശ്രീകൃഷ്ണ ഭഗവാൻ ആരാണ്? എൻ്റെ ആത്മസ്വരൂപനും, അതായത് ശ്രീ ശങ്കര ഭഗവാന്റെ ആത്മസ്വരൂപനും അതുപോലെ തന്നെ എന്താണ് ഭക്തനും പരമഭക്തനും കാര്യം നിർവഹിക്കുന്നതിൽ തൽപരനുമാണ് ശ്രീകൃഷ്ണ ഭഗവാൻ. പാർത്ഥ, നമ്മുടെ അനുഗ്രഹത്താൽ നീ വിശാലമായ രാജ്യം അനുഭവിക്കാൻ ഇടവരുന്നതാണ്. അങ്ങനെ നമ്മുടെ അനുഗ്രഹത്താൽ പാർത്ഥ നീ വിശാലമായിട്ടുള്ള രാജ്യം അനുഭവിക്കാൻ ഇടവരുന്നതാണ്.
കൂടാതെ സ്വന്തം സഹോദരനായ യുധിഷ്ഠിരനുമായി നീ ധാർമ്മിക കൃത്യങ്ങളിൽ ഏർപ്പെടുന്നതാണ്. അത് മാത്രവുമല്ല, സ്വന്തം സഹോദരനായിട്ടുള്ള യുധിഷ്ഠിരനുമായിട്ട് നീ ധാർമ്മിക കൃത്യങ്ങളിൽ ഏർപ്പെടുന്നതാണ്. ഇപ്രകാരം വരദാനങ്ങൾ നൽകി അനുഗ്രഹിച്ച ശേഷം ശ്രീ ശങ്കരൻ അന്തർധാനം ചെയ്തു. അങ്ങനെ ഇപ്രകാരമുള്ള വരങ്ങളെല്ലാം പരമശിവൻ അർജുനന് നൽകി അനുഗ്രഹിച്ച ശേഷം ഭഗവാൻ എന്ത് ചെയ്യുകയാണ്? അന്തർധാനം ചെയ്യുകയാണ്. ആഗ്രഹിച്ചിരുന്നതിനേക്കാൾ കൂടുതൽ വിശിഷ്ട വരങ്ങൾ ലഭിച്ച അർജുനൻ ആനന്ദസാഗരത്തിൽ ആറാടി. അങ്ങനെ അർജുനൻ മാതാവിനെയും സഹോദരങ്ങളെയും കാണാൻ അവരുടെ ആശ്രമത്തിലേക്ക് പോയി. കഠിനമായ ശ്രീ ശങ്കര ധ്യാനത്തിലൂടെ പാണ്ഡവർക്കാകമാനം ഐശ്വര്യവും ധന്യമായ ജീവിത വിജയം ലഭിക്കുന്ന അപൂർവ വരസിദ്ധികൾ നേടി മടങ്ങി വന്ന പാർത്ഥനെ കണ്ടപ്പോൾ സഹോദരങ്ങൾക്കും കുന്തിദേവിക്കും ഉണ്ടായ ആനന്ദം അവാച്യമായിരുന്നു. തപസ്സിന് പോയ ശേഷം വിവരങ്ങളൊന്നും ലഭിക്കാത്തതിനാൽ അർജുനൻ നഷ്ടമായി എന്ന ചിന്തയിൽ വിഷാദമൂകരായി കഴിഞ്ഞിരുന്ന അവർക്ക് സന്തോഷം പകരാനെന്ന വണ്ണം നടന്ന സംഭവങ്ങൾ അദ്ദേഹം വിവരിച്ചു. ശ്രീ രുദ്രദേവന്റെ അനന്തമായ ശക്തിവിശേഷങ്ങളെ പറ്റി അർജുനൻ സ്വന്തം സഹോദരങ്ങളോട് വിവരിച്ചു കൊണ്ട് നിൽക്കുന്ന വേളയിൽ ശ്രീ സദാശിവന്റെ മായാവൈഭവം എന്നോണം നഭോമണ്ഡലത്തിൽ നിന്നും പാടീര തൈലം വർഷിക്കുന്ന പ്രതീതിയിൽ പുഷ്പവൃഷ്ടിയുണ്ടായി. അതോടെ പൂർണ്ണമായ ആനന്ദത്തിന്റെ ഐശ്വര്യ ജ്യോതിസ് ആ സഹോദരങ്ങളുടെ ഹൃദയക്ഷേത്രങ്ങളിൽ തെളിഞ്ഞു. അങ്ങനെ പാണ്ഡവരും എല്ലാവരും അടുത്തേക്ക് അർജുനൻ വരികയാണ്. അങ്ങനെ അർജുനൻ വരുമ്പോഴത്തേക്ക് എന്താണ്? ആകാശത്ത് നിന്നിട്ട് പുഷ്പവൃഷ്ടി ഉണ്ടാവുകയാണ്. അങ്ങനെ ആ പുഷ്പവൃഷ്ടി പാണ്ഡവരുടെ ശിരസിലേക്ക് വീഴുകയാണ്. അപ്പൊ ഇത് കണ്ടിട്ട് പാണ്ഡവര് വളരെയധികം സന്തോഷചിത്തരാവുകയാണ്. മംഗളകാരിയും സത്യപ്പൊരുളും പരമാത്മാവുമായ ശ്രീ പരമേശ്വരനെ അവർ കൃതാർത്ഥതയോടെ സ്മരിക്കുകയും നമസ്കരിക്കുകയും ചെയ്തു. ഇത്രയും സംഭവങ്ങൾ നടന്നപ്പോൾ 13 വർഷങ്ങൾ കടന്നുപോയി. ആ സന്ദർഭത്തിൽ എല്ലാം യഥാസമയം അറിഞ്ഞുകൊണ്ടിരുന്ന ശ്രീകൃഷ്ണ പരമാത്മാവും ശ്രീ ശങ്കരന്റെ നിശ്ചയം എന്നോണം അവിടെ സാന്നിധ്യം കൊണ്ടു. ശ്രീഹരി മന്ദഹാസത്തോടെ പറഞ്ഞു, ഹേ കുന്തി തനയാ, ഭഗവാൻ ശ്രീ ശങ്കരന്റെ വരപ്രസാദം ലഭിച്ചാൽ നിങ്ങളുടെ സകല ദുഃഖങ്ങളും ഇല്ലാതാകുമെന്ന് നാം നേരത്തെ തന്നെ നിങ്ങളോട് സൂചിപ്പിച്ചില്ലേ? നാം എന്നും ശ്രീ രുദ്രദേവന്റെ സേവകനായി വർത്തിക്കുന്നവനാണ്. അതിനാൽ നിങ്ങൾ നിത്യവും ശ്രീ പരമേശ്വരനെ പൂജിക്കുകയും സ്തുതിക്കുകയും വേണം. ശ്രീകൃഷ്ണന്റെ ഉപദേശപ്രകാരം പാണ്ഡവർ നിത്യവും ജഗദീശ്വരനെ പൂജിച്ചു പോന്നു. എന്നിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ അവിടേക്ക് വരികയാണ്. എന്നിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ പാണ്ഡവരോട് പറയുകയാണ്, ഞാൻ അന്നേ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ, ശിവഭഗവാനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കും, നിങ്ങൾക്ക് നന്മയുണ്ടാകുമെന്ന് ഞാൻ പണ്ടേ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ? അപ്പോൾ ഞാൻ തന്നെ, ഈ ശ്രീകൃഷ്ണ പരമാത്മാവായിട്ടുള്ള ഞാൻ തന്നെ ആ ശ്രീ പരമേശ്വരന്റെ ദാസനാണ്, ആ ശ്രീ പരമേശ്വരന്റെ സേവകനായിട്ട് വർത്തിക്കുന്നവനാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും എപ്പോഴും ആ പരമേശ്വരനെ പ്രാർത്ഥിക്കേണ്ടതാണ്. എപ്പോഴും ആ പരമേശ്വരനെ, ആ ശ്രീ ശങ്കര ഭഗവാനെ, ആ ഉമാ മഹേശ്വരന്മാരെ നിങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കേണ്ടതാണ് അർജുന എന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ അവരോട് പറയുകയാണ്. ഇത് തന്നെയാണ് ശ്രീകൃഷ്ണ ഭഗവാന് എല്ലാവരോടും പറയാനുള്ളത്. അപ്പൊ ആ ശങ്കര ഭഗവാനെ എല്ലാവരും പ്രാർത്ഥിക്കുക. ശ്രീകൃഷ്ണന്റെ ഉപദേശപ്രകാരം പാണ്ഡവർ നിത്യവും ജഗദീശ്വരനെ പൂജിച്ചു പോന്നു. അങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം പാണ്ഡവര് നിത്യവും ശ്രീ ശങ്കര ഭഗവാനെ പൂജിച്ചു പോന്നു. അപ്പൊ അതുപോലെ എന്നും നമ്മൾ സന്ധ്യാസമയത്ത് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുമ്പോഴായാലും എപ്പോഴും പ്രാർത്ഥിക്കുമ്പോഴായാലും ആദ്യം നമ്മൾ ഗണപതി ഭഗവാനെ, ശിവഭഗവാനെയും അതുപോലെ മുരുകനെ എല്ലാം പ്രാർത്ഥിച്ച് ശിവകുടുംബത്തെ മൊത്തവും പ്രാർത്ഥിച്ചതിന് ശേഷമാണ് നമുക്ക് നാരായണനെയും ശ്രീകൃഷ്ണ ഭഗവാനെയും പ്രാർത്ഥിക്കേണ്ടത്. അങ്ങനെ പ്രാർത്ഥിക്കുക. നമ്മൾ എപ്പോഴും ആ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ ആ ശ്രീ ശങ്കര ഭഗവാന്റെ സേവകനാണ്. അതുപോലെ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് ആ ശങ്കര ഭഗവാനാണ്. അതുപോലെ ശങ്കര ഭഗവാന്റെ ഹൃദയത്തിൽ ഇരിക്കുന്ന ശ്രീരാമനാണ്, അതായത് ശ്രീകൃഷ്ണൻ തന്നെയാണ്. അപ്പം ശ്രീരാമനും ശ്രീകൃഷ്ണനും രണ്ടല്ലോ, ഒന്നാണ്. അപ്പം അത് മനസ്സിലാക്കാന്നുള്ളതാണ്. അപ്പൊ ആ ശ്രീകൃഷ്ണ ഭഗവാൻ പറയുകയാണ്, ഞാൻ തന്നെ ഈ ശങ്കര ഭഗവാന്റെ സേവകനാണ്. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ശങ്കര ഭഗവാനെ എന്നും ദിവസവും പ്രാർത്ഥിക്കേണ്ടതാണ് എന്ന് പറയുകയാണ്. അപ്പൊ ഇത് തന്നെയാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. ശ്രീകൃഷ്ണ ഭക്തരായാലും ശ്രീ ശങ്കര ഭഗവാനെ പ്രാർത്ഥിക്കുക, ശ്രീ ശങ്കര ഭക്തരായാലും ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിക്കുക, എല്ലാവരെയും പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഹര ഹര മഹാദേവ, ശംഭോ മഹാദേവ,
സർവം ശ്രീ മഹാദേവാർപ്പണമസ്തു. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവം ശ്രീ ഉമാമഹേശ്വരാർപ്പണമസ്തു. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. സർവം ശ്രീ ലക്ഷ്മീനാരായണാർപ്പണമസ്തു. ഹര ഹര മഹാദേവ ശംഭോ മഹാദേവ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഹര ഹര മഹാദേവ. അപ്പോൾ ഇതാണ് നമ്മുടെ ഭാഗം 43 അല്ലേ, മഹാദേവന്റെ. അപ്പൊ മഹാദേവൻ എന്ന് പറഞ്ഞാൽ അത്രയും കരുണയുള്ള കാരുണ്യവാനാണല്ലേ. നമ്മൾ ഓരോ ഞാൻ അതാണ് നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ പണ്ടത്തെ നമ്മുടെ ആ കാര്യങ്ങൾ, അല്ലെങ്കിൽ പണ്ടുള്ള നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നന്മയുണ്ടാവും എന്നുള്ളതൊക്കെ നമ്മുടെ മുത്തശ്ശിമാര്, നമ്മുടെ മരണപ്പെട്ടുപോയ നമ്മുടെ മുത്തശ്ശിമാരൊക്കെ അല്ലേ, എൻ്റെ അച്ചാമ്മയൊക്കെ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് പണ്ട്. നമ്മൾ എത്രത്തോളം നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കുന്നുണ്ടോ അത്രത്തോളം നമുക്ക് നന്മയുണ്ടാവും എന്നുള്ള കാര്യം. പക്ഷെ നമ്മൾ ഈ കലികാലത്തിൽ പെട്ട് നമ്മൾ ഈ ഭൂമിയിൽ വന്നിട്ട് പലതരത്തിലുള്ള ആൾക്കാരുമായിട്ട് ഇടപെട്ടുകൊണ്ട് നമ്മൾ പലതരത്തിൽ എന്താ പറയാ ഭക്തിയൊക്കെ നമ്മൾ മറന്നിട്ട് സഞ്ചരിക്കുമല്ലേ. നമ്മൾ അതിൽ നിന്നൊക്കെ നമ്മൾ വഴിവിട്ട് സഞ്ചരിക്കല്ലേ. അപ്പോഴാണ് നമുക്ക് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നല്ലേ. നമ്മൾ മറക്കും, നമ്മൾ പലതും മറന്നു പോകുമല്ലേ എല്ലാവരും. അപ്പം അത് മറക്കാതിരിക്കുക, അതാണ് പറയുന്നത്. അത് തന്നെയാണ് ശങ്കര ഭഗവാൻ അത് തന്നെയാണ് പറയുന്നത്. നമ്മൾ മറക്കാതിരിക്കുക, ഭഗവാനെ പ്രാർത്ഥിക്കുക തീർച്ചയായിട്ടും. എന്നിട്ട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഭഗവാനോട് പറയാം, ഭഗവാനെ ഞാൻ അറിയാതെ ചെയ്തു പോയ തെറ്റാണ്, എനിക്കറിയില്ല, എന്നെക്കൊണ്ട് എല്ലാരും ആരൊക്കെയോ ചേർന്ന് എന്നെ ഇങ്ങനെ ചെയ്യിപ്പിച്ചതാണ്, അല്ലെങ്കിൽ എനിക്കറിയില്ല, ഞാൻ അല്ലെങ്കിൽ ഞാൻ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എന്തെങ്കിലും തപസ്സിൽ ഏർപ്പെടുമ്പോൾ എൻ്റെ തപസ് മുടക്കാൻ വേണ്ടിയിട്ട് വന്ന ശത്രുക്കളാണ് അവര്. എന്നെ പല രീതിയിൽ വഴിതിരിച്ചുകൊണ്ട് പോയി, അല്ലെങ്കിൽ എനിക്ക് പല തെറ്റായ സ്വാർത്ഥമായിട്ട് അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിലേക്ക് എന്നെ വഴിതിരിച്ചു വിട്ടു. അപ്പം ഇത് ഭഗവാനോട് പ്രാർത്ഥിക്കുക. നമുക്ക് അറിയാത്ത കാര്യമാണ്. അപ്പൊ അത് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അപ്പൊ പണ്ട് കാലങ്ങളിൽ ഇതെല്ലാം ഉണ്ടായിരുന്നു. നമുക്ക് പണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് ഈ ഭൂമിയിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളോ ഇങ്ങനെയുള്ള കാര്യങ്ങളോ ഇങ്ങനെയുള്ള നമുക്ക് എന്താ പറയാ ഇങ്ങനെയുള്ള വിഷമങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം എന്ന് വെച്ചാൽ അന്നത്തെ കാലത്തൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ഭഗവത് ധ്യാനങ്ങളിൽ മുഴുകിയിരുന്നു, ഭഗവാനെ പ്രാർത്ഥിച്ചിരുന്നു, ഭഗവതിയെ പ്രാർത്ഥിച്ചിരുന്നു, ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിച്ചിരുന്നു. എല്ലാവരെയും എല്ലാ ദൈവങ്ങളെയും നമ്മൾ ഒരുപോലെ കണ്ട് പ്രാർത്ഥിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു നമ്മുടെ കേരളം, നമ്മുടെ സ്ഥലം എന്ന് പറയുന്നത്. പക്ഷെ പോകെ ഓരോ കാലഘട്ടങ്ങൾ കഴിഞ്ഞതോടുകൂടി, ഓരോ കലികാലങ്ങൾ വന്നതോടുകൂടി എല്ലാം പരസ്പരം മാറി പറഞ്ഞു. പലർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വിദ്വേഷം ഉണ്ടായി, ശത്രുതയുണ്ടായി, പ്രശ്നങ്ങളുണ്ടായി, വഴക്കുണ്ടായി, ബഹളം ഉണ്ടായി. അങ്ങനെ എല്ലാം ഛിന്ന ഭിന്നമായി. അപ്പൊ അതുകൊണ്ട് ഛിന്ന ഭിന്നമായത് ഇതെല്ലാം നമ്മൾ മാറ്റിയിട്ട് വീണ്ടും ആ ഭക്തിയിലേക്ക് വരിക, വീണ്ടും നമ്മുടെ ആ പഴയ കാലഘട്ടത്തിലേക്ക്, ആ പഴയ നന്മകൾ നമ്മൾ ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. അതിലേക്ക് കൂടി നമ്മൾ വരുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് നന്മയും ഉയർച്ച ഉണ്ടാവുന്നതായിരിക്കും. അതുപോലെ നമ്മുടെ എന്തെങ്കിലും പാപങ്ങളൊക്കെ നമ്മളെല്ലാവരും എന്തെങ്കിലുമൊക്കെ പാപങ്ങൾ ചെയ്തിട്ടുണ്ടാവും അല്ലേ. ചെറിയ പാപങ്ങളായാലും വലിയ പാപങ്ങളായാലും നമുക്ക് അറിയില്ല എന്തൊക്കെ പാപങ്ങൾ നമ്മൾ ചെയ്തിട്ടുള്ളതെന്ന്. അതിനെല്ലാം ഭഗവാനോട് നമ്മൾ ക്ഷമ ചോദിക്കുക എന്നുള്ളതാണ്. അത് നമുക്ക് ഏത് ഭഗവാനെ വിളിച്ചാലും ക്ഷമ ചോദിക്കാം. അപ്പൊ അതിന് നമുക്ക് ക്ഷമിക്കാനുള്ള ഇത് തരാന്ന് പറയുക എന്നുള്ളതാണ്. അതുപോലെ നമ്മൾ എന്തെങ്കിലുമൊക്കെ നല്ല കാര്യം ചെയ്യുമ്പോൾ നമ്മളെ അതിൽ നിന്ന് വേർതിരിച്ചുകൊണ്ട് പോകാൻ, നമ്മളെ പറ്റിക്കാൻ വേണ്ടി, നമ്മളെ ചതിക്കാൻ വേണ്ടി, വഞ്ചിക്കാൻ വേണ്ടി ചിലപ്പോൾ ശത്രുക്കൾ തന്നെ പറഞ്ഞു വിടുന്നവരായിട്ട് പലരും നമ്മുടെ മുന്നിൽ വരും. അപ്പൊ ഇതിലൊന്നും നിങ്ങൾ പോയി പെടാതിരിക്കുക. നിങ്ങൾ ഭക്തിയിൽ തന്നെ മുഴുകാൻ നോക്കുക. തപസ് ധ്യാനം നമ്മൾ ചെയ്യാന്നുള്ളതാണ്. ബാക്കിയെല്ലാം ഭഗവാന് വിട്ടുകൊടുക്കുക. എന്നിട്ട് ഭഗവാനോട് എന്തെങ്കിലും തെറ്റ് നമ്മൾ ഇതിനിടയിൽ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ഭഗവാനോട് നമുക്ക് സാഷ്ടാംഗം പ്രണമിച്ച് മാപ്പ് ചോദിക്കാം. എനിക്കും അത് തന്നെയാണ് പറയുന്നത്. ഈ ഒരു അവസരത്തിൽ ഞാനത് തന്നെയാണ് പറയുന്നത്. എന്തെങ്കിലും തെറ്റ് ഞാൻ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് എൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഇത് ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഭഗവാനെ എന്നോട് ക്ഷമിക്കണേ ശ്രീ ശങ്കര ഭഗവാനെ എന്ന് ഞാൻ ഈ ഒരു അവസരത്തിൽ ഭഗവാനോട് ക്ഷമാപണം ചോദിക്കുകയാണ്. ശിവായ. അതിന് നമുക്ക് ഒരു മന്ത്രം കൂടി ഉണ്ട്, അതും കൂടി നമുക്ക് പറയാം. കായേന മാജാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനേ പാ പ്രകൃതേ സ്വഭാവാത് കരോമി യജ്ഞ സകതം പരസ്മൈ തസ്മൈ ശ്രീ മഹാദേവായ സമർപ്പയാമി. ഓം കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാ പരാദം വിധി
വിവിധമവിവിധം വാ സർവമേതൽക്ഷമസ്വ. ജയ ജയ കരുണാബ്ജേ ശ്രീമഹാദേവായ സമർപ്പയാമി. ശ്രീനാരായണായേതി സമർപ്പയാമി. ഹര ഹര മഹാദേവ ശംഭോ മഹാദേവ. അപ്പൊ ആ ഭഗവാനോട് നമുക്കൊക്കെ പ്രാർത്ഥിക്കാം അല്ലേ? നമ്മുടെ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ നമ്മൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ക്ഷമിച്ചിട്ട് നമുക്ക് നന്മ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ആ ഭഗവാനോട് നമുക്ക് പ്രാർത്ഥിക്കാം. അവസാനം നമുക്ക് ആ ഭഗവാൻ മാത്രമേ കാണുകയുള്ളൂ. ഇത് ഈ പറയുന്ന ലോകമെല്ലാം മായയാണ്. ഈ ലോകത്തുള്ള മനുഷ്യരെല്ലാം ആ മായയിൽ പെട്ട് കിടക്കുകയാണ്. അവർക്കറിയില്ല നല്ലത് എന്താണ്, തെറ്റെന്താണ്, അല്ലെങ്കിൽ ഏത് വഴി കൂടെയാണ് സഞ്ചരിക്കേണ്ടത്. അവര് മനസ്സിലാക്കുന്നില്ല. അപ്പോൾ നമുക്കെങ്കിലും നമുക്ക് അവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. അവർ നന്നായി വരാൻ വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മുടെ കുടുംബത്തിനായാലും നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് നമുക്കും പ്രാർത്ഥിക്കാം. അതിന് നമുക്ക് പ്രാർത്ഥിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. നമുക്ക് ആരെയും അവരെ നമുക്ക് പോയി ഇതാക്കാൻ കഴിയില്ല. നമുക്ക് പ്രാർത്ഥിക്കാം, അതിന് മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. അത് ചെയ്യാന്നുള്ള ആ കരുണ, ആ ദയ, ആ സഹാനുഭൂതി, ആ നല്ല മനസ്സ്, നന്മ, ഇതൊക്കെ കൊണ്ടുവരിക. ഇതൊക്കെ നിങ്ങൾ കൊണ്ടുവന്നിട്ട് എന്തെങ്കിലും തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ആ ഭഗവാനോട് സാഷ്ടാംഗം പറഞ്ഞ് ആ ഭഗവാനെ പ്രാർത്ഥിച്ച്, ഭഗവാന്റെ ക്ഷേത്രങ്ങളിൽ പോയി ഭഗവാനോട് പ്രാർത്ഥിച്ച്, വീട്ടിലിരുന്നാണെങ്കിൽ അങ്ങനെയായാലും ഭഗവാനെ പ്രാർത്ഥിച്ച് മാപ്പ് ചോദിച്ച് മുന്നോട്ട് പോവാന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും അതിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. ഹര ഹര മഹാദേവ ശംഭോ മഹാദേവ. ഓം നമ ശിവായ. ആരൊക്കെ വന്നിട്ടില്ലേ നോക്കാം കേട്ടോ. ജഗൻ, കീർത്തി, PS, MG, രാഹുൽ, കരോൺ, SK, കരോൺ എന്നാണ് പേര്, ജഗൻ. ഇത്രയും പേരാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇന്ന് കുറച്ച് പേര്. കീർത്തി PS, കീർത്തി, MG, രാഹുൽ, കരോൺ, SK, കരോൺ, ബിപിൻ കൃഷ്ണ, YGHH, ബിപിൻ കൃഷ്ണ. ഇത്രയും പേരാണ് ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ എല്ലാരും ഭഗവാനോട് പ്രാർത്ഥിക്കുക കേട്ടോ. തീർച്ചയായിട്ടും ഓം നമ ശിവായ മന്ത്രം എല്ലാരും പറയുക. ഓം നമ ശിവായ പറയുന്നതോടൊപ്പം ഓം നമോ നാരായണയും ഹരേ കൃഷ്ണ മന്ത്രങ്ങൾ, എല്ലാ മന്ത്രങ്ങളും പറയുക. നമ്മള് ദേവിയുടെ മന്ത്രങ്ങളും പറയുക, ഭഗവാന്റെ മന്ത്രങ്ങളും പറയുക. എല്ലാ മന്ത്രങ്ങളും പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുക, നന്മയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. ഈ ഭൂമിയിൽ നമ്മൾ വന്ന് ജനിച്ചു പോയി, നമുക്ക് ഇവിടെ ഇനി എങ്ങനെയായാലും ജീവിച്ചേ പറ്റുകയുള്ളൂ അല്ലേ? പലതരത്തിലുള്ള ആൾക്കാരുണ്ട്, പലതരത്തിലുള്ള സാഹചര്യങ്ങളുണ്ട്. ഇതെല്ലാം തരണം ചെയ്ത് നമുക്ക് ജീവിച്ചേ മതിയാകുകയുള്ളൂ. അതുകൊണ്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുക. ഇവിടെ നമുക്ക് ജീവിക്കാനും നമുക്ക് അവിടെ അതിനുശേഷം അവിടെ ഒരു അഭയം തരാനും വേണ്ടിയിട്ട്, ഭഗവാനിലേക്ക് വരാൻ വേണ്ടിയിട്ടും ഭഗവാനോട് പ്രാർത്ഥിക്കുക. അത് പ്രാർത്ഥിക്കാൻ മാത്രമേ നമുക്ക് കഴിയുകയുള്ളൂ. അപ്പൊ അത് ചെയ്യുക. എന്നിട്ട് നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ, നമ്മുടെ കർമ്മങ്ങൾ ചെയ്യുക. നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കാം. ഇത് മാത്രം നമ്മൾ ചെയ്താൽ മതി. നമ്മുടെ മനസ്സ് നല്ല ശുദ്ധമാക്കി വെക്കുക എന്നുള്ളത്. ഇത് മാത്രമേ ഉള്ളൂ. ഹര ഹര മഹാദേവ ശംഭോ മഹാദേവ.